+1 ഇക്കണോമിക്സ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ പൂർണ്ണമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണിത്. ഫോക്കസ് ഏരിയയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യുകയാണ്. ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് പരിശോധിക്കാം. പോവർട്ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഇന്ത്യൻ ഇക്കോണമി ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചാപ്റ്ററിൽ ദാരിദ്ര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ ഇല്ലാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്നത്, ദാരിദ്ര്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ്, ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. ഇപ്പം ഇന്ത്യയിൽ കലോറി ഊർജത്തിൻ്റെ, ഒരാൾ കഴിക്കുന്ന ഒരു ദിവസം ഭക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഊർജം, കാലറി ഊർജം, ഗ്രാമങ്ങളിലാണെങ്കിൽ 2400 കാലറി ഊർജം ലഭിക്കണം. ഗ്രാമങ്ങളിലാണ് കായിക അധ്വാനം കൂടുതൽ. അതുകൊണ്ട് നഗരങ്ങളിലാണെങ്കിൽ 2100 കാലറി ഊർജമെങ്കിലും അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. ഇത് ലഭിക്കാത്ത, അത്ര കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ദരിദ്രരാണ്. അത് പണത്തിൻ്റെ രൂപത്തിലേക്ക് പറയുമ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ 673 രൂപ, 2009-2010 കണക്കാണ്. നഗരങ്ങളിലാണെങ്കിൽ 860 രൂപ. ഇപ്പോൾ ഗ്രാമങ്ങളും നഗരങ്ങളും വേർതിരിച്ചുകൊണ്ട് തന്നെയാണ് ദാരിദ്ര്യം, ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖ നിശ്ചയിച്ചിരിക്കുന്നത്. അത് കാലറി ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, പണത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെയും ഈ തുകകൾ ശ്രദ്ധിച്ചു വെക്കണം. പിന്നെ ഗ്രാമീണരുടെ ദാരിദ്ര്യത്തിൻ്റെ സവിശേഷതകളിൽ നിന്ന് വ്യത്യസ്തമാണ് നഗരങ്ങളിലേത്. നഗരങ്ങളിൽ ചേരികളുണ്ടായിരിക്കും. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ തൊഴിലില്ലായ്മയും അനുബന്ധമായിട്ടുള്ള പ്രത്യേകതകളൊക്കെയാണ് ഗ്രാമങ്ങളും നഗരങ്ങളും ദാരിദ്ര്യത്തെക്കുറിച്ച് വേർതിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ദാരിദ്ര്യത്തെ തരംതിരിച്ചിരിക്കുന്നത് നിത്യദരിദ്രർ, സാധാരണ ദരിദ്രർ, ഇടക്കാല ദരിദ്രർ, യാദൃശിക ദരിദ്രർ, ഇങ്ങനെ 4 കാറ്റഗറിയിൽ ദരിദ്രരെ തരംതിരിച്ചിട്ടുണ്ട്. ഓൾവേസ് പൂർ, നിത്യദരിദ്രർ, അവരെല്ലായ്പ്പോഴും ദരിദ്രരായിരിക്കും. ഇത്രയും കലോറി ഊർജ്ജമോ അല്ലെങ്കിൽ ഇത്രയും പണമോ ലഭിക്കാതെ നിത്യദരിദ്രരാണ് അവർ. എന്നാൽ സാധാരണ ദരിദ്രർ എന്ന് പറയുന്നത് ദീർഘകാലമായുള്ള ദരിദ്രർ. ഇത് രണ്ടും, ഈ നിത്യദരിദ്രരും സാധാരണ ദരിദ്രരും ക്രോണിക് പൂർ എന്നുള്ളതിലാണ് ഉൾപ്പെടുന്നത്. ചില ഘട്ടങ്ങളിൽ മാത്രം അവർ ദാരിദ്ര്യത്തിന് മുകളിലുണ്ടാവും. അവർ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അല്ലെങ്കിൽ തുകയും അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു ഇടക്കാല ദരിദ്രരുണ്ട്, അതായത് സീസണൽ എംപ്ലോയീസ്. ചില സീസണിൽ അവർ ദരിദ്രരാവില്ല, അവർക്ക് കൃത്യമായിട്ട് വരുമാനമൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അവർ മറ്റ് സമയങ്ങളിലൊക്കെ ദരിദ്രരായിരിക്കും. പിന്നെ വരുന്നൊരു വിഭാഗം യാദൃശിക ദരിദ്രരാണ്, ഒക്കേഷണലി പൂർ. ഇടക്ക് മാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ വരുന്നത്. ഇത് രണ്ടുപേരും അല്പായുസുള്ള ക്ഷണികമായ ദരിദ്രരാണ്, ഈ ഇടക്കാല ദരിദ്രരും യാദൃശിക ദരിദ്രരും. അപ്പോൾ ആ പേരുകൾ, ആ കാറ്റഗറികൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. പിന്നെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ അറിയാം. കുറഞ്ഞ വരുമാനം, തൊഴിലില്ലായ്മ, ജനസംഖ്യാ വർധനവ്, ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണം, അങ്ങനെ പറയുന്നതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളായിട്ടുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച്. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊരു ത്രിമുഖ സമീപനമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അതൊന്ന് വളർച്ചയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമീപനം, രണ്ടാമത്തത് തൊഴിലും വരുമാനവും ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനമാക്കിയുള്ള സമീപനം, മൂന്നാമത്തത് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിനും അടിസ്ഥാനമാക്കിയിട്ടുള്ള സമീപനമാണ്. ഈ 3 സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 തരം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതനത്തിനുള്ള പദ്ധതികൾ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓർ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. അപ്പോൾ അതിൽ ഒന്നാമത്തത് സ്വയം തൊഴിൽ വേതന പദ്ധതി എന്ന് പറയുന്നിടത്ത് REGP, ഗ്രാമീണ തൊഴിലുൽപാദന പദ്ധതിയാണ്. PMRY, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, SJSRY, സ്വർണ്ണ ജയന്തി സഹാഹരി റോസ്ഗാർ യോജന, അതുപോലെ MGNREGP, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു 3-4 പദ്ധതികളെക്കുറിച്ച് അതിൻ്റെ പേരുകൾ, സ്വയം തൊഴിൽ പദ്ധതി അല്ലെങ്കിൽ വേതന പദ്ധതി എന്നുള്ളതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം തൊഴിൽ പദ്ധതിയിലെ ഈ പറയുന്ന പേരുകൾ നല്ലതുപോലെ അവിടെ മനസ്സിലാക്കി വെക്കുക. ആ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ അത് എഴുതുക എന്നുള്ളത്.
ഇനി രണ്ടാമത് വരുന്നത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള മറ്റൊരു പ്രോഗ്രാമാണ്. അതിലാണ് പൊതുവിതരണ സമ്പ്രദായം, സംയോജിത ശിശു വികസന പദ്ധതി ICDS, സ്കൂളുകളിലെ ഉച്ചഭക്ഷണം മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ എന്ന് പറയുന്നത്, അതുപോലെ അന്നപൂർണ പദ്ധതി, അന്ത്യോദയ അന്ന യോജന, ഇങ്ങനെ പറയുന്ന ഈ പേരുകളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകളിലൂടെയും മാവേലി, നീതി ഷോപ്പുകൾ എന്നിവയിലൂടെയൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്യുക. സംയോജിത ശിശു വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഭക്ഷ്യസഹായം നൽകുന്ന ഈ പദ്ധതിയാണിത്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണം, ഇത് പ്രകാരം നമ്മുടെ സ്കൂളുകളിലൊക്കെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പാചകം ചെയ്ത് ഭക്ഷണം സ്കൂളിൽ നൽകുന്നതൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അന്നപൂർണ പദ്ധതി, മുതിർന്ന പൗരന്മാർക്ക് 10 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി നൽകുക റേഷൻ കടകൾ വഴി. അതുപോലെ അന്ത്യോദയ അന്ന യോജന, പാവപ്പെട്ട കുടുംബങ്ങളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രോഗ്രാം സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. അവിടെ ആം ആദ്മി ബീമ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം അഥവാ വാർദ്ധക്യ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, മറ്റൊരു പേര് ആരോഗ്യ ഇൻഷുറൻസ് ആണ്, അടൽ പെൻഷൻ യോജന, ജനശ്രീ ബീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഇതിൽ ഒരു 3-4 പേരുകളൊക്കെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി, സോഷ്യൽ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ആം ആദ്മി ബീമ യോജന പറയുന്നത് അനൗപചാരിക തൊഴിലാളികൾ, ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാതെ അത്തരത്തിലുള്ള തൊഴിലാളികളുണ്ടല്ലോ, അവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതാണ്. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, 60 വയസ്സിൽ കൂടുതലുള്ള എല്ലാവർക്കും പെൻഷൻ നൽകുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മളുടെ വീടുകളിലൊക്കെ 60 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഈ പെൻഷന് അർഹതയുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റിയാണ്, സാമൂഹ്യ സുരക്ഷിതത്വം. അവർ ദരിദ്രരാവരുത്, അത് ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അടൽ പെൻഷൻ യോജന 18-നും 40-നും ഇടയിൽ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയാണിത്. അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, അപകട ഇൻഷുറൻസ് നൽകുകയാണ്. അങ്ങനെ അപകടങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും, അങ്ങനെ അവർ ദരിദ്രരായി മാറരുത് എന്ന ഒരു ലക്ഷ്യമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഇത്തരം പദ്ധതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ഒരു വിമർശനാത്മക പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, അതിൻ്റെ വിവിധ പ്രോഗ്രാമുകൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ്. അതുവഴിയുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കോട്ടങ്ങൾ. ഇത് രണ്ടും ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ദാരിദ്ര്യം കുറക്കാൻ കഴിഞ്ഞു, ദരിദ്രരുടെ എണ്ണം എന്ന് പറയുന്നത് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം കൂടുതൽ ആസ്തികൾ ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം പദ്ധതികൾ കൃത്യമായിട്ട് സമൂഹത്തിൽ നടപ്പിലാക്കുക വഴി. എന്നാൽ കോട്ടങ്ങളുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് അനുവദിക്കുന്ന തുക അപര്യാപ്തമാണ്. ആ തുക അത്ര പോരാ. അതുകൊണ്ടാണ് ഇന്നും പൂർണ്ണമായിട്ട് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ ഒരു കാരണം. അസമത്വം വർദ്ധിപ്പിക്കാനാണ് പലപ്പോഴും വഴി തെളിയിച്ചത്. അതായത് പ്രബലരായിട്ടുള്ള ശക്തരായവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു, ദുർബലർക്ക് അതിൻ്റെ വിഹിതം ലഭിക്കാതെ പോയി. നടപ്പിലാക്കുന്ന ഏജൻസിയുടെ കാര്യശേഷി ഇല്ലായ്മയും അഴിമതിയും റെഡ് ടാപ്പിസം പോലത്തതൊക്കെ, സഹായങ്ങൾ അർഹതയില്ലാത്തവർക്ക് ലഭിക്കുക എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ കോട്ടങ്ങളാണ്. ഇനി ആ ചാപ്റ്ററിലെ കുറച്ചു പ്രധാനപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഒന്നാമത്തെ ചോദ്യം, ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യരേഖ എന്നിവ നിർവചിക്കാനാണ്. അപ്പോൾ ദാരിദ്ര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യരേഖ കലോറി ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിലുമുണ്ട്, വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും. ആ തുക എത്രയാണ്, കലോറി ഊർജ്ജം എത്രയാണെന്നുള്ളത് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. പിന്നീട് ഗ്രാമത്തിലൊരു വ്യക്തി ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാവാൻ വേണ്ട കലോറി എത്രയാണ്? ഗ്രാമങ്ങളിലാണെങ്കിൽ 2400 കാലോറി വേണം അല്ലേ? അവിടെ കായികാധ്വാനം കൂടുതലാണ്. നഗരങ്ങളിൽ 2100 മതി. പിന്നെ ദാരിദ്ര്യത്തെ എങ്ങനെ തരംതിരിക്കാം? അവിടെ 4 കാറ്റഗറൈസേഷൻ പറഞ്ഞിരുന്നു, 4 രീതിയിൽ തരംതിരിക്കുന്നത്. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക അല്ലേ? തൊഴിലുറപ്പ് പദ്ധതി ഏതിലാണ് വരുന്നത്? പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ വിമർശനപരമായിട്ട് വിലയിരുത്തുക. അവസാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള നയങ്ങളും പരിപാടികളും വിവരിക്കുക. അപ്പോൾ പോവർട്ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതിൽ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അത് വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതൊരു ഫങ്ഷനാണ്. പാഴ്വസ്തുക്കൾ ദഹിപ്പിക്കുന്നു, ജീവൻ നിലനിർത്തുന്നു, സൗന്ദര്യാനുഭൂതി നൽകുന്നു, എസ്തെറ്റിക് സെൻസുകൾ നൽകുന്നു എന്നുള്ളത്. ഇപ്പോൾ സപ്ലൈ ഓഫ് റിസോഴ്സസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ്. അതുപോലെ അസിമിലേറ്റിംഗ് വേസ്റ്റ്, പാഴ്വസ്തുക്കൾ ദഹിപ്പിക്കുക എന്നുള്ളത്. സസ്റ്റെയിൻ ലൈഫ്, ജീവൻ നിലനിർത്തുന്നു എന്നുള്ളത്. ഇത്തരം പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നീട് മണ്ണിൻ്റെ അപചയത്തിനുള്ള കാരണങ്ങളാണ്. അതിൽ വനനശീകരണം, കന്നുകാലികളുടെയും അമിതമായ മേച്ചിൽ, അമിതമായ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, അമിതമായ ഭൂഗർഭജലത്തിൻ്റെ ഉപയോഗം, കാട്ടുതീ, കർഷകരുടെ ദാരിദ്ര്യം, അങ്ങനെ പറയുന്നതൊക്കെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനുള്ള കാരണങ്ങളാണ്. അതിൽ അമിതമായിട്ട് മണ്ണും ജലവുമൊക്കെ ഊറ്റിയെടുക്കുന്നതും അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കണം. ഇനി വായു മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെ പൊതുവായിട്ട് നമുക്കറിയാവുന്നതാണ്. വാഹനങ്ങളുടെ പുക, വ്യവസായങ്ങളുടെ വ്യാപനം, ജനസംഖ്യാ വർധനവ്, നഗരവൽക്കരണം, ഇതൊക്കെ വായു മലിനമാക്കുന്നതിന് കാരണങ്ങളാണ്. ഇനി ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വരുന്നത് പ്രകൃതി സംരക്ഷണം ഇന്ത്യയിൽ ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചും ആപ്പിക്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ ശ്രദ്ധിച്ചു വെക്കണം. ഇപ്പോൾ ചിപ്കോ പ്രസ്ഥാനം ഹിമാലയത്തിലെ മരങ്ങളുടെയും കാടുകളുടെയും സംരക്ഷണത്തിനായിട്ട് സുന്ദർലാൽ ബഹുഗുണ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം. ആപ്പിക്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ തന്നെ കർണാടകയിൽ തുടങ്ങിയ ഒരു എൻവയോൺമെൻറ്റൽ പ്രസ്ഥാനമാണത്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം അതുപോലെ ആപ്പിക്കോ പ്രസ്ഥാനവും വൺ വേഡ് ക്വസ്റ്റ്യനുകളിലൊക്കെ ആയിട്ട് കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ വളരെയധികം ശ്രദ്ധിച്ചു വെക്കേണ്ടത് എന്താണ് സുസ്ഥിര വികസനം എന്നത്. ഭാവി തലമുറയ്ക്കുള്ളതൊന്നും നഷ്ടപ്പെടുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പരിസ്ഥിതി സൗഹൃദമാണ് ഇത്തരം വികസനത്തിൻ്റെ അടിസ്ഥാനം. അതിനായി പല തന്ത്രങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്തായിരുന്നാലും അത് നമ്മൾക്ക് എഴുതേണ്ടതുണ്ട്. വരും തലമുറയ്ക്ക് ഉള്ളതൊന്നും നഷ്ടപ്പെടുത്താതെ അത് പ്രകൃതിയിലെ വിഭവങ്ങൾ, എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന രീതിയിൽ, അതിനെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിൽ കൂടിയായി കഴിഞ്ഞാൽ അത്തരം വികസന പ്രവർത്തനങ്ങളെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഇതിന് ചില തന്ത്രങ്ങളൊക്കെ പയറ്റേണ്ടതുണ്ട്. ബോധപൂർവം ആ രാജ്യത്തെ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കേണ്ട ചില സ്ട്രാറ്റജീസ് ഉണ്ട്. അതിലൊന്ന് പാരമ്പര്യേതര ഊർജ്ജത്തിൻ്റെ ഉപയോഗമാണ്. പരമ്പരാഗത ഊർജ്ജമുണ്ട്, പാരമ്പര്യേതര ഊർജ്ജമുണ്ട്. അപ്പോൾ പാരമ്പര്യേതര ഊർജ്ജം എന്ന് പറയുമ്പോൾ അവിടെ പ്രകൃതിക്ക് ദോഷം വരാത്ത പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഊർജ്ജ ഉറവിടങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സോളാർ, സൗരോർജ്ജത്തിൽ നിന്ന്, അതുപോലെ കാറ്റ്, തിരമാലകൾ, ഇവിടെയൊക്കെ ഊർജ്ജങ്ങളുടെ ഉറവിടങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണെങ്കിലോ പെട്രോളിയം, കെറസിൻ, അതിനൊക്കെ ബദലായിട്ട് ഈ പാരമ്പര്യേതര ഊർജ്ജം ഇത് വറ്റിപ്പോകില്ല. അത് അമിതമായിട്ട് പല മേഖലകളിലേക്ക് ഉപയോഗിക്കുക. വാഹനങ്ങളിലേക്കാണെങ്കിലും നഗരങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റുകളിലേക്കാണെങ്കിലും അങ്ങനെ പറയുന്ന ഉപയോഗിക്കാൻ സാധ്യമാവുന്ന തലങ്ങളിലേക്കൊക്കെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഊർജ്ജത്തിൻ്റെ പ്രതിസന്ധി കുറച്ചു വരാൻ സാധിക്കും. അതോടൊപ്പം പ്രകൃതി പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും തടുക്കാൻ സാധിക്കും. പിന്നെ ഗ്രാമപ്രദേശങ്ങളിൽ LPGയും ഗോബർ ഗ്യാസും ഉപയോഗിക്കുക. അതുപോലെ നഗരപ്രദേശങ്ങളിൽ CNG, അല്ലേ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസാണ്. നഗരങ്ങളിലെ വാഹനങ്ങൾക്ക് ഇന്ധനമായിട്ട് CNG ഉപയോഗിക്കുന്നതിലൂടെ വായു മലിനീകരണം കുറക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ അത് കാര്യമായിട്ട് അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല നഗരങ്ങളിലും ഈ CNG, ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രകൃതി മലിനീകരണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സാണ് കാറ്റ്. വിൻഡ് പ്രോജക്റ്റുകൾ, കാറ്റാടി യന്ത്രങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ടർബൈനുകൾ വഴിയായിട്ട് ഊർജ്ജം ശേഖരിക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് പരമ്പരാഗതമായ ഊർജ്ജം ആവുമ്പോൾ വറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് പാരമ്പര്യേതരമായ ഊർജ്ജമാണ്. സോളാർ, വിൻഡ് പ്രോജക്റ്റുകൾ, ടൈഡൽ പ്രോജക്റ്റുകൾ, ബയോഗ്യാസുകൾ, അങ്ങനെ പറയുന്നതൊക്കെ ഒരു സുസ്ഥിര വികസനത്തിന് ഉൾപ്പെടുത്താവുന്ന സ്ട്രാറ്റജിയായിട്ട് പല രാജ്യങ്ങളും അത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ രാജ്യത്തുമുണ്ട്. അതോടൊപ്പം തന്നെ സൗരോർജ്ജത്തിൻ്റെ ഉപയോഗം,
നമ്മുടെ ഇന്ധനക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ സോളാർ വീടുകളിലേക്കൊക്കെ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോളാർ ലൈറ്റുകൾ മാത്രമല്ല, എയർ കണ്ടീഷൻ വരെ അതിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ചെറുക്കുന്നു എന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഊർജ്ജ പ്രതിസന്ധിയെ മറികടക്കാനും സാധിക്കും. പിന്നെ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ, വൻകിട ജലവൈദ്യുത പദ്ധതികളാവുമ്പോഴാണ് അവിടെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുക. കുറേ കാടുകളൊക്കെ വെള്ളത്തിനടിയിലായി പോവുകയും അങ്ങനെ പറയുന്ന കുറേ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുകളും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. എന്നാൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ അത് കൊണ്ടുവരിക, അതുപോലെ പരമ്പരാഗത അറിവുകളും പ്രയോഗങ്ങളും പരമ്പരാഗത അറിവുകളും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളതാണ്. ഇത്തരം അറിവുകൾ പ്രയോഗം വികസനത്തെ സുസ്ഥിരമാക്കാൻ സഹായിക്കും. ഒരു ഉദാഹരണത്തിന് കൃഷിയിലേക്ക് പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ അമിതമായിട്ടുള്ള കീടനാശിനിയും രാസവളമൊക്കെ ഉപയോഗിച്ച് മണ്ണ് മലിനമാക്കിയിട്ട് അത് മനുഷ്യരിലേക്കൊക്കെ മറ്റു പല അസുഖങ്ങളിലേക്കും കാരണമാകുന്നതിന് പകരം പരമ്പരാഗതമായിട്ടുള്ള കൃഷിരീതികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിസ്ഥിതി സൗഹൃദമായിരിക്കും. അത് മനുഷ്യന് കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് ലഭിക്കും എന്നതിനപ്പുറമായിട്ട് അത് മനുഷ്യർക്ക് ഹാനികരമാകുന്ന ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് ചെറുത്തു നിർത്തുന്നതിനും സഹായകരമാകും. അതുപോലെ തന്നെ ജൈവ കൃഷി സുസ്ഥിര വികസനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജൈവ കൃഷിയുടെ പ്രയോഗം. മണ്ണിന് ദോഷകരമായ ഇന്നത്തെ കൃഷിരീതിയിൽ നിന്നും നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിയുന്നത് നല്ല മണ്ണും വായുവും ആരോഗ്യവും നൽകും, അല്ലേ? ജൈവ കമ്പോസ്റ്റിങ്ങും ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണവും പരിസ്ഥിതി സൗഹൃദമാണ്. ഇത്തരം തന്ത്രങ്ങളിലൂടെയൊക്കെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ സുസ്ഥിരമാക്കാനും ഭാവി തലമുറയ്ക്ക് ഉതകുന്ന രീതിയിൽ അവർക്ക് വിഭവങ്ങൾ മാറ്റിവെച്ച് അത്തരത്തിലുള്ളൊരു വികസനം കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുമ്പോൾ അതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുക. അപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, സുസ്ഥിര വികസനം എന്ന് പറയുന്നത് എന്താണ്? സുസ്ഥിര വികസനം അത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ തന്ത്രങ്ങളാണ് ഈ ഏകദേശം 8 കാര്യങ്ങളായിട്ട് നമ്മളിവിടെ വിശദമായിട്ട് പറഞ്ഞത്. അതിൽ ജൈവ കൃഷിയുണ്ട്, പരമ്പരാഗതമായ അറിവുകളും പ്രയോഗങ്ങളും പ്രയോഗിക്കുന്നത് ഇതൊരു തന്ത്രമാണ്. ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ അതിനെ കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു തന്ത്രമാണ്. സൗരോർജ്ജത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മറ്റൊരെണ്ണമാണ്. അതുപോലെ പരമ്പരാഗതമായ ഊർജ്ജ സ്രോതസ്സുകൾക്ക് പകരം പാരമ്പര്യേതരമായ ഊർജ്ജ സ്രോതസ്സുകളെ സോളാർ, വിൻഡ്, ടൈഡൽ പ്രോജക്റ്റുകൾ അങ്ങനെയുള്ളത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മറ്റൊരു തന്ത്രമാണ്. അങ്ങനെ പറയുന്ന ഒരുപാട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജീസ് നിങ്ങളൊരു വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കണം. അതോടൊപ്പം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്താണെന്നുള്ളത് ഭാവി തലമുറക്ക് ദോഷം തട്ടാത്ത രീതിയിൽ നിലവിലുള്ള തലമുറക്ക് പ്രകൃതി വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് പറയുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞത്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പരിസ്ഥിതിയുടെ ഫങ്ഷൻസ് എന്തൊക്കെ, ധർമ്മങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 4 ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി ഇതിൽ നിന്ന് ചില ചോദ്യങ്ങൾ നമ്മൾ നോക്കാം. പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇന്ത്യയിലെ പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അല്ലേ? മണ്ണിൻ്റെ അപചയത്തിനുള്ള കാരണങ്ങൾ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്താണ് മണ്ണിൻ്റെ അപചയത്തിനുള്ള കാരണങ്ങൾ എന്നുള്ളത്. അതുപോലെ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്, അല്ലേ? അത് സുന്ദർലാൽ ബഹുഗുണ കൊണ്ടുവന്നിട്ടുള്ള ആ പ്രസ്ഥാനവുമായിട്ട് കണക്ട് ചെയ്ത് കർണാടകയിലാണ് അത് ആരംഭിച്ചത് എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പിന്നെ വളരെ പ്രധാനമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ, പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വലിയ മാർക്കിനായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സുസ്ഥിര വികസനവും അതിൻ്റെ തന്ത്രങ്ങളും. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിസ്ഥാന മേഖലയെക്കുറിച്ച്. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള റോഡ്, റെയിൽവേ, വൈദ്യുതി, വാർത്താവിനിമയം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സൗകര്യങ്ങളെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളും എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും. ഇപ്പോൾ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗതാഗതം, വാർത്താവിനിമയം, ഡാമുകൾ, റോഡുകൾ, വൈദ്യുതി അവയൊക്കെ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടുന്നതാണ്.
എന്നാൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ പെടുന്നതാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പാർപ്പിടം, കുടിവെള്ള സൗകര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ. വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, കുടിവെള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഉൾപ്പെടുന്നതാണ്. ഇവിടെ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം, അത് ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നീട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, രാജ്യത്തിൻ്റെ വികസനത്തിന് സഹായകമാകുന്നു, കൃഷിയുടെയും വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാണ്, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, ജീവിത നിലവാരം ഉയർത്തുന്നു, ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഗവൺമെൻറ് നിക്ഷേപം വളരെ കുറവാണ്. ഇപ്പോൾ റോഡുകളാവട്ടെ, റെയിലോ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന ഡാമുകളും, ഇതൊക്കെ റോഡുകളുടെയൊക്കെ ശോചനീയ അവസ്ഥകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ് നിക്ഷേപം വളരെ കുറവാണ്. ഭൂരിപക്ഷം ഇന്ത്യക്കാരും ഗ്രാമങ്ങൾ വസിക്കുന്നു, എന്നാൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. വൈദ്യുതിയുടെ കാര്യത്തിലേക്കാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാവട്ടെ. അപ്പോൾ തൊഴിലില്ലായ്മയൊക്കെ വരുമ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ അങ്ങനെ പറയുന്നിടത്തൊക്കെ ഇവിടെയൊക്കെ നിക്ഷേപങ്ങൾ കുറവാണ്, ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും. ഇപ്പോഴും വൈദ്യുതി ഇല്ലാത്ത വീടുകളുണ്ട്, ശുദ്ധമായ കുടിവെള്ള സൗകര്യമില്ലാത്ത വീടുകളുണ്ട്, ശുചിത്വ സംവിധാനങ്ങളും അഭാവം നിലനിൽക്കുന്നുണ്ട്, ഡ്രെയിനേജുകൾ, അതിൻ്റെയൊക്കെ പ്രയാസങ്ങളുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഊർജ്ജമാണ്, എനർജി എന്ന് പറയുന്നത്. വളരെ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതാണ് ഊർജ്ജം എന്നതിനെക്കുറിച്ച്. ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങളെ വാണിജ്യ ഊർജ്ജം, വാണിജ്യേതര ഊർജ്ജം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുക. കമേഴ്ഷ്യൽ എനർജി, നോൺ കമേഴ്ഷ്യൽ എനർജി എന്ന് പറയുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഊർജ്ജമാണ് വാണിജ്യ ഊർജ്ജം എന്നറിയപ്പെടുന്നത്. അതായത് പുതുക്കാൻ പറ്റാത്തതും ക്ഷയിക്കുന്നതുമാണ്. ഇപ്പോൾ കൽക്കരി, പ്രകൃതിവാതകം, വൈദ്യുതി, പെട്രോള്, ഡീസൽ അങ്ങനെ പറയുന്നതൊക്കെ വാണിജ്യ ഊർജ്ജങ്ങളാണ്. അത് പുതുക്കാൻ സാധിക്കില്ല, അത് പെട്ടെന്ന് വറ്റിപ്പോകുന്നതുമാണ്. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്ന ഊർജ്ജത്തെ വാണിജ്യേതര ഊർജ്ജം എന്ന് വിളിക്കും. ഇപ്പോൾ വിറകുകൾ, അത് പുതുക്കാനും ഒരിക്കലും ക്ഷയിക്കാത്തതുമാണ്. വിറക്, ഉണങ്ങിയ ചാണകം, ചപ്പുചവറുകൾ. ഇപ്പോൾ ഊർജ്ജത്തെ വാണിജ്യോർജ്ജം, വാണിജ്യേതര ഊർജ്ജം, കമേഴ്ഷ്യൽ എനർജി, നോൺ കമേഴ്ഷ്യൽ എനർജി, അതിലെന്തൊക്കെയാണ് പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. പിന്നീട് ഊർജ്ജത്തെ രണ്ടായി തരംതിരിക്കുന്നത് പരമ്പരാഗത ഊർജ്ജവും പാരമ്പര്യേതര ഊർജ്ജവും അങ്ങനെയും തരംതിരിക്കാറുണ്ട്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള പുതുക്കാൻ പറ്റാത്തതും മലിനീകരണം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കൽക്കരി, പെട്രോളിയം, വൈദ്യുതി, കെറോസിൻ അങ്ങനെ പറയുന്നതൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ഊർജ്ജമാണ്. കൺവെൻഷണൽ എനർജിയാണ്, അത് വറ്റിപ്പോകുന്നതുമാണ്, മലിനീകരണമുണ്ട് അതിൻ്റെയൊക്കെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ പാരമ്പര്യേതര ഊർജ്ജം പുതുക്കാൻ പറ്റുന്നതും മലിനീകരണം ഇല്ലാത്തതുമാണ്. സൂര്യനിൽ നിന്ന് സോളാർ അല്ലേ, അതുപോലെ വിൻഡ്, കാറ്റാടി യന്ത്രങ്ങൾ വെച്ചുകൊണ്ട്, പിന്നെ ടൈഡൽ, തിരമാലകളിൽ നിന്ന് വേലിയേറ്റം, ഇതിൽ നിന്നൊക്കെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സോളാർ പാനലുകൾ, വിൻഡ് പ്രോജക്റ്റുകൾ, ടൈഡൽ പ്രോജക്റ്റുകൾ, ബയോഗ്യാസുകൾ, ഇതൊക്കെ പാരമ്പര്യേതര ഊർജ്ജമാണ്, പുതുക്കാൻ പറ്റുന്നതും മലിനീകരണമില്ലാത്തതുമാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രധാനമായിട്ടുള്ള എനർജി എന്ന് പറയുന്നിടത്ത് കമേഴ്ഷ്യൽ എനർജി, നോൺ കമേഴ്ഷ്യൽ എനർജി എന്താണ് തരംതിരിക്കുന്നത്, അതിൻ്റെ ഉദാഹരണങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. അതോടൊപ്പം കൺവെൻഷണലും നോൺ കൺവെൻഷണലും, പരമ്പരാഗത ഊർജ്ജവും പാരമ്പര്യേതര ഊർജ്ജവും, ഇവയിൽ ഉള്ള ഉദാഹരണങ്ങളും അവയുടെ പ്രത്യേകതകളും ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ടുണ്ടായി. പിന്നീട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗത്ത് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. വൈദ്യുതി മേഖലയിലെ പ്രധാന വെല്ലുവിളികൾ, ചാലഞ്ചേഴ്സ് എന്ന് പറയുന്ന, അതിൽ വേണ്ടത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളത്, അതുപോലെ വിതരണ പ്രസരണ നഷ്ടം, പവർ കട്ട്, കാര്യക്ഷമത ഇല്ലായ്മ, അങ്ങനെ പറയുന്നതൊക്കെ ഈ വൈദ്യുത മേഖലയിലെ പ്രധാന വെല്ലുവിളികളാണ്. അത് ഓർത്തു വെക്കണം. അത് പലപ്പോഴും ഒരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ ആരോഗ്യ സൂചകങ്ങൾ, ഇതൊരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലോ. ഇപ്പോൾ ശിശുമരണ നിരക്ക്, പ്രസവാനന്തര മരണനിരക്ക്, ആയുർദൈർഘ്യം, പോഷകസ്ഥിതി, രോഗാതുരത അങ്ങനെ പറയുന്നതിൻ്റെ ഒക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ആരോഗ്യ സൂചകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി, അതുപോലെ ഫെർട്ടിലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി, അതുപോലെ ന്യൂട്രീഷ്യസ്, അങ്ങനെ പറയുന്ന ഘടകങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. ആ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം. ഇനി ആ ചാപ്റ്ററിൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഭാരതീയ ചികിത്സാ സംവിധാനങ്ങൾ, അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ആയുഷ് എന്ന് പറയുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, അതുപോലെ ഹോമിയോ. അപ്പോൾ അതിൽ പ്രകൃതി ചികിത്സയും കൂടി അതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്, നാച്ചുറോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ആയുഷ് മന്ത്രാലയങ്ങൾ തന്നെ. അപ്പോൾ ഇന്ത്യൻ ഭാരതീയ ചികിത്സാ സംവിധാനം, ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആയുഷിനെ കുറിച്ചാണ്
അവിടെ എഴുതേണ്ടത് നല്ല ആരോഗ്യ സംവിധാനത്തിന് വേണ്ട കാര്യങ്ങൾ. ആ ഒരു ഭാഗത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗം ഇതാണ്. കൂടുതൽ ഗവൺമെൻറ് നിക്ഷേപം വേണം ആരോഗ്യരംഗത്ത്. ഹോസ്പിറ്റലുകൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, മെഡിക്കൽ കോളേജുകൾ, സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഇതൊക്കെ വരണമെങ്കിൽ കൂടുതൽ ഗവൺമെൻറ് നിക്ഷേപങ്ങൾ വേണം. അത് സ്വകാര്യ മേഖലയിൽ വന്നതുകൊണ്ട് എല്ലാ സാധാരണക്കാർക്കും അതിൻ്റെ ഉപയോഗങ്ങൾ ലഭിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ വരുമ്പോൾ അത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. അതുപോലെ കൂടുതൽ ആരോഗ്യ സൗകര്യങ്ങളും സേവനങ്ങളും, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഗ്രാമീണ ആരോഗ്യ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ആരോഗ്യ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ഇതൊക്കെ നല്ല ആരോഗ്യ സംവിധാനത്തിന് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആയുഷ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റമാണ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അതോടൊപ്പം പ്രകൃതി ചികിത്സ, നാച്ചുറോപ്പതി എന്ന് പറയുന്നത് കൂടി അതിൽ ഉൾപ്പെടുത്തി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഈ ചികിത്സാ രീതികൾക്ക് സൈഡ് എഫക്റ്റുകൾ, പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളതാണ്, വളരെ കുറവാണ് അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നതിനേക്കാൾ സൈഡ് എഫക്റ്റുകൾ കുറവാണ് ഈ ചികിത്സാ രീതികൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗുണമായിട്ട് കാണേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി സ്ത്രീകളുടെ ആരോഗ്യം ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ത്യയിൽ സ്ത്രീകൾ ആരോഗ്യ മേഖലയിൽ വളരെ പിന്നിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം കുറവാണ്, പെൺഭ്രൂണഹത്യ കൂടുതലാണ്, രോഗാതുരത നിരക്ക് സ്ത്രീകളിൽ കൂടുതലാണ്, പോഷകാഹാര ലഭ്യത സ്ത്രീകൾക്ക് അത് കുറവാണ്, സ്ത്രീകൾക്ക് രക്തക്കുറവ് കൊണ്ടുള്ള വിളർച്ച അതൊക്കെ കൂടുതലാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് അവർ കുറച്ച് പിറകിലാണ്. അതിന് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഒന്ന്, അതുപോലെ പോഷകാഹാര ലഭ്യത കുറവ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവരിലേക്കൊക്കെ ഇത് എത്തിച്ചേരുന്നതിൻ്റെ അളവ് കുറവാണ് എന്നുള്ളത് സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കലി അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ആരോഗ്യം കുറച്ച് പിറകിലാണ്. അതിൻ്റെ ഇൻഡിക്കേഷൻ, അതിൻ്റെ കാരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ, കമേഴ്ഷ്യൽ എനർജി, നോൺ കമേഴ്ഷ്യൽ എനർജി, കൺവെൻഷണൽ എനർജി, നോൺ കൺവെൻഷണൽ എനർജി, അതോടൊപ്പം വൈദ്യുതി മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികൾ, ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം, ആയുഷ്, ഇതൊക്കെയാണ് ഇതിലെ വളരെ പ്രധാനമായിട്ടും പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഭാഗങ്ങൾ. എന്നാലും ചില ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാൽ എന്ത്? അവിടെ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും മനസ്സിലാക്കി വെക്കണം. സാമ്പത്തിക അടിസ്ഥാന മേഖല, സാമൂഹിക അടിസ്ഥാന മേഖല. അങ്ങനെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉദാഹരണങ്ങൾ എഴുതുക. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യം എന്ത്? വാണിജ്യോർജ്ജവും വാണിജ്യേതര ഊർജ്ജവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? വൈദ്യുതി മേഖല പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാം? ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പിന്നെ ആയുഷിൽ ഉൾപ്പെടുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഏതെല്ലാമാണ്? ഇത്രയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതേസമയം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. 1991 പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ചാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായി മാറി നിൽക്കുകയാണ്. ഇന്ത്യ ഒരു രാഷ്ട്രീയപരമായിട്ട് ജനാധിപത്യ രീതി സ്വീകരിക്കുന്നു. സാമ്പത്തികമായിട്ട് മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത് പിന്തുടരുന്നു. എന്നാൽ 1991 ഇന്ത്യയിലൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നു. അതിലേക്ക് നയിച്ച കാരണങ്ങൾ, സാമ്പത്തിക മാന്ദ്യത്തിനുണ്ടായ കാരണങ്ങൾ, അതുതന്നെയാണ് 1991 പുത്തൻ പരിഷ്കാരം, ന്യൂ ഇക്കണോമിക് പോളിസിയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ഭാഗമാണ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് ഒന്ന്. 2, നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിലകളിലെ ചാഞ്ചാട്ടം, വിദേശ വിനിമയ ശേഖരത്തിൻ്റെ അഭാവം, അതുപോലെ ഓയിൽ പൂൾ അക്കൗണ്ടിലെ കമ്മി, വിദേശ നിക്ഷേപത്തിൻ്റെ അഭാവം, ഇങ്ങനെ പറയുന്നതൊക്കെയാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിലേക്ക് നയിച്ച പശ്ചാത്തലമെന്ന് പറയുന്നത്. എന്നാൽ പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് അവിടെ 3
കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ അറിയുന്നത്. ഒന്ന് ലിബറലൈസേഷൻ, 2 പ്രൈവറ്റൈസേഷൻ, 3 ഗ്ലോബലൈസേഷൻ. LPG എന്ന് പറയുന്നതാണ് അല്ലേ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അത് അങ്ങനെ പറയുമ്പോൾ 5 മേഖലകളിലാണ് പ്രധാനമായിട്ടും ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നത്. ഒന്ന് വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ, മറ്റൊരെണ്ണം ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളാണ്, വേറൊരെണ്ണം നികുതി പരിഷ്കാരങ്ങളാണ്, മറ്റൊരെണ്ണം വിദേശ നാണ്യ വിനിമയ പരിഷ്കാരങ്ങളാണ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ വ്യവസായ മേഖലയിലുണ്ടായ പരിഷ്കാരങ്ങൾ, ലിബറലൈസേഷൻ, ലൈസൻസ് നിർത്തലാക്കി. വളരെ കുറച്ച് വ്യവസായങ്ങൾക്ക് മാത്രം ലൈസൻസ് മതി. എല്ലാ വ്യവസായങ്ങൾക്കും ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് കാലതാമസം എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് നിർത്തലാക്കി. ഒന്ന് ഉദാര സമീപനം വ്യവസായ മേഖലയിൽ കൊണ്ടുവരികയാണ്. അതുപോലെ സംവരണം ഒഴിവാക്കി. ചില പ്രത്യേകമായ വ്യവസായങ്ങളൊക്കെ പൊതുമേഖലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് സംവരണം റിസർവ് ചെയ്യപ്പെട്ടിരുന്നത് അത് മാറ്റി പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം കുറച്ചു. ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം ഒഴിവാക്കി. അതുപോലെ സ്വകാര്യ കുത്തക നയം, മൊണോപ്പൊളി റെസ്ട്രിക്ഷൻ ട്രേഡ് പോളിസി, MRTP, വിദേശ നാണ്യ നിയമത്തിലുള്ള ഭേദഗതി, ഇവയൊക്കെ വരുത്തിയിട്ട് വ്യവസായ മേഖലയിൽ ഒരു പരിഷ്കാരങ്ങൾ, വളരെ മെല്ലെപ്പോക്ക് സമീപനമുണ്ടായിരുന്ന വ്യവസായ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഉദാര സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ധനകാര്യ മേഖലയിലും പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധനകാര്യ മേഖലയിൽ വന്ന പരിഷ്കാരങ്ങൾ വരുമാന നികുതി കുറച്ചു, കമ്പനി നികുതികൾ കുറച്ചു, ഇറക്കുമതി കയറ്റുമതി ചുങ്കം കുറച്ചു, സാധന സേവന നികുതി GST അത് നടപ്പിലാക്കിയതൊക്കെ അതിലുൾപ്പെടുന്നതാണ്. പിന്നെ വിദേശ നാണയ വിനിമയ പരിഷ്കാരങ്ങൾ, ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ചത്, അപ്പോൾ അത് കയറ്റുമതിക്കാരെയും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സുസ്ഥിര വിനിമയ നിരക്കിൽ നിന്ന് വിപണി നിശ്ചയിക്കുന്ന വിനിമയ നിരക്കിലേക്ക് മാറിയത്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ നിന്നും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് മാറിയതൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് കയറ്റുമതിക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് ഒഴുക്കുന്നതിന് അത് സഹായകരമായിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന പല മേഖലകളിലുണ്ടായ ഉദാര സമീപനം, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് ഉദാരവൽക്കരണം എന്ന് പറയുന്നിടത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നൊരു ഭാഗം കൂടിയാണ്. 1991 ന്യൂ ഇക്കണോമിക് പോളിസിയിലെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റൈസേഷനാണ്, സ്വകാര്യവൽക്കരണം. കമ്പനികൾ, സർക്കാർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയോ മാനേജ്മെൻറ്റോ സ്വകാര്യ വ്യക്തികൾക്കോ നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, കമ്പനികൾ, അതിൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള അധികാരം, ഇതൊക്കെ സ്വകാര്യ വ്യക്തികളിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നതിനെയൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അവിടെ നിന്നുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകളൊക്കെ വിൽപ്പന നടത്തുക, സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കൊക്കെ വിൽപ്പന നടത്തുക. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ കാരണങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല സാമ്പത്തിക അച്ചടക്കത്തിന് വേണ്ടിയാണ് അത് ലക്ഷ്യമാക്കുന്നത്. മറ്റൊന്ന്, കൂടുതൽ വിദേശ നിക്ഷേപം അതിലേക്ക് സ്വീകരിക്കുന്നതിനും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിന്, ഇങ്ങനെയൊക്കെയാണ് ഇത് ലക്ഷ്യമാക്കുന്നതെങ്കിലും ഗവൺമെൻറ്റിന് ഇത് വഴി ഒരു വരുമാന മാർഗം കൂടിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽപ്പന നടത്തുക വഴി അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റപ്പെടുക വഴി ഇതിൽ നിന്ന് വലിയൊരു തുക ഗവൺമെൻറ്റിൻ്റെ മറ്റു പൊതുപ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അതിൻ്റെ ഷെയറുകൾ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റുകളൊക്കെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിൽപ്പന നടത്തുന്നു, വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇത് 1991 പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് തുടർന്നു വരുന്നതാണ്. മൂന്നാമത് ആഗോളവൽക്കരണമാണ്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇതൊരു ഫിനോമിനനാണ്. സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ഒരു പോളിസിയായിട്ട് പിന്തുടരുമ്പോൾ ആഗോളവൽക്കരണം അതൊരു പ്രതിഭാസമായി കടന്നു വരുന്നതാണ്. ആഗോളവൽക്കരണത്തിന് കുറേ നേട്ടങ്ങളുണ്ട്. സാധനങ്ങളുടെ സ്വതന്ത്രമായ ചലനത്തിന് ആഗോളവൽക്കരണം സഹായകരമാണ്. വിപണിയെ വിപുലീകരിക്കാൻ, ചിലവ് കുറയ്ക്കാൻ, രാജ്യങ്ങളുടെ ഏകീകരണവും പരസ്പര സഹകരണവും വർദ്ധിപ്പിക്കാൻ. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര തലങ്ങളിലുള്ള പല ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യങ്ങളിൽ സുലഭമാകുന്നു. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു എഫക്റ്റാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്, പുറംകരാർ നൽകൽ. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ആഗോളവൽക്കരണത്തിന് അനന്തര ഫലങ്ങളിൽ ഒന്നാണ് പുറംകരാർ നൽകൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് കരാർ നൽകൽ അഥവാ പുറമേയുള്ളവരെ ആശ്രയിക്കുക എന്നതാണ് അർത്ഥം.
വികസിത രാജ്യങ്ങൾ അവരുടെ തൊഴിൽ സേവനങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾ ആശ്രയിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഉദാഹരണമായിട്ട് എഡിറ്റിംഗ്, ആനിമേഷൻ, മറ്റ് കമ്പ്യൂട്ടർ സേവനങ്ങൾ, അക്കൗണ്ടിംഗ് തുടങ്ങിയ ജോലികൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ കുറഞ്ഞ ചെലവിൽ നടത്താൻ കഴിയും. ഇത്തരം ജോലികൾ വികസിത രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് കരാർ നൽകുന്നു. ഇന്ത്യയിലെ ആളുകൾക്ക് ഒരുപാട് തൊഴിൽ നൽകാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറംകരാർ ജോലിയിൽ ഇന്ത്യ പ്രധാന ഉറവിടമായി മാറാനുള്ള കാരണം, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലെ തൊഴിലാളികളിൽ നിന്ന് ഇത്തരത്തിലുള്ള തൊഴിൽ ചെയ്യിപ്പിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ നല്ല വാർത്താവിനിമയ സൗകര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വളരെ ഫ്ലറിഷ്ഡ് ആണ്. ചിലവ് കുറവാണ്. കഴിവുള്ള ജനങ്ങളുണ്ട്. കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ വേൾഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. അതുപോലെ കഴിവുള്ള ജനങ്ങളുണ്ട്. വളരെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ജനങ്ങൾ ഇവിടെ കിട്ടും. ചിലവ് കുറവാണ്. അതുപോലെ ഇന്ത്യയിൽ ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ, ഈ കമ്പനികൾക്ക് ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും ഇന്ത്യയിൽ നല്ല സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടി മറ്റ് വികസിത രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലെ തൊഴിലാളികളെ അവരുടെ തൊഴിൽ ശേഷി എന്ന് പറയുന്നത് സ്വീകരിക്കുന്നുണ്ട്. നല്ലതുപോലെ ലീഗൽ അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻസ്, അക്കൗണ്ടിങ്, അങ്ങനെ പറയുന്ന എഡിറ്റിംഗ്, സോഫ്റ്റ്വെയർ ഡിസൈനിങ്, അങ്ങനെ പറയുന്ന പല മേഖലകളിലും, IT റിലേറ്റഡ് ആയിട്ടുള്ള പല മേഖലകളിലും ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇനി അവിടെ തന്നെ ഈ 91 സാമ്പത്തിക പരിഷ്കരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു വിലയിരുത്തൽ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ GDPയിൽ എന്തുണ്ടായി, കാർഷിക മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, വ്യവസായ മേഖലയിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്ന് പരിശോധിക്കുകയാണെങ്കിൽ GDPയിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിൽ നമ്മുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കൂടി. കാർഷിക മേഖലയിൽ വളർച്ചയും നിക്ഷേപവും കുറഞ്ഞു. ഉൽപ്പാദന ചെലവ് കൂടി. കാർഷിക വില തകർച്ചയുണ്ടായിട്ടുണ്ട്. ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് കൃഷിരീതി മാറി. ഇതെല്ലാം കാർഷിക മേഖലയുടെ തകർച്ചക്കാക്കം കൂട്ടിയിട്ടുണ്ട് ഈ റിഫോംസ്. തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ പുതിയ പല തൊഴിൽ മേഖലകളും ഉണ്ടായെങ്കിലും മൊത്തത്തിൽ തൊഴിൽ കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജോലിയില്ലാത്ത വളർച്ചയാണ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ജോബ്ലെസ് ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വ്യവസായ മേഖലയിൽ എന്തുണ്ടായി? വ്യവസായ മേഖലയിൽ വളർച്ച കൂടി. പുതിയ പല വ്യവസായങ്ങൾ നിലവിൽ വന്നു. വ്യവസായ മേഖലയിൽ വൈവിധ്യവൽക്കരണം ഉണ്ടായി. അന്തർദേശീയ മത്സരക്ഷമത ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് കൈവന്നു. ഇങ്ങനെ തുടങ്ങി നേട്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ കോട്ടങ്ങളാണെങ്കിൽ വ്യവസായ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ നേട്ടങ്ങൾ, പൊതുവെ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ നേട്ടങ്ങളും അതിൻ്റെ കോട്ടങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ GDPയിൽ വളർച്ചയുണ്ടായി, വ്യാവസായിക മേഖലയിൽ വളർച്ചയുണ്ടായി, ദാരിദ്ര്യം കുറക്കാൻ കഴിഞ്ഞു, വിദേശ നിക്ഷേപം കൂടി, വിദേശ മത്സരക്ഷമത വർദ്ധിച്ചു, അതുപോലെ നികുതി ഘടന ലഘൂകരിക്കപ്പെട്ടു, നികുതി GDP നിരക്ക് വർദ്ധിപ്പിച്ചു. അങ്ങനെയൊക്കെ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ കോട്ടങ്ങൾ എടുക്കുകയാണെങ്കിൽ കാർഷിക വളർച്ചാ നിരക്ക് കുറഞ്ഞു, ഉൽപ്പാദന ചെലവ് കൂടി, അസമത്വം കൂടി, പ്രാദേശിക അസമത്വം കൂടി, വിലയിൽ ചാഞ്ചാട്ടമുണ്ടായി, തൊഴിൽ കുറഞ്ഞു. അങ്ങനെ പറയുന്നതൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത എല്ലാ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പരിശോധിക്കാം. എക്കണോമിക്സ് എന്താണ്, അതെന്താണ് അർത്ഥമാക്കുന്നത് തുടങ്ങി ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ ആ ഒരു ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. അവിടെ ഉൽപ്പാദനം, ഉപഭോഗം, വിനിമയം, വിതരണം തുടങ്ങിയവയാണ് പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അനന്തമാണ്. അവ നിറവേറ്റുന്നതിനുള്ള വിഭവങ്ങൾ ദുർലഭമാണ്. മാത്രമല്ല വിഭവങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആയതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഏതാവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കണം. ഇത്തരം പഠനങ്ങളൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രം. പ്രധാനമായും തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അമിത ജനസംഖ്യ, പരിസ്ഥിതി മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് പഠന വിധേയമാക്കുന്നത്. എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പദം സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഏകവചനമായിട്ട് ഉപയോഗിക്കുന്നത് ബഹുവചനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബഹുവചനം എന്ന അർത്ഥത്തിൽ ദത്തങ്ങൾ അഥവാ ഒരു കൂട്ടം സംഖ്യ, ഡാറ്റ എന്നുള്ളതിനെയാണ് അങ്ങനെ പറയുക. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഏകവചനം എന്ന അർത്ഥത്തിൽ ദത്തങ്ങളുടെ ശേഖരം, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, തരംതിരിക്കൽ, അവതരണം, അപഗ്രഥനം, അനാലിസിസ് ഇങ്ങനെ തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനമാണ്
ഏകവചനമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. അവിടെ ദത്തങ്ങൾ തന്നെ ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്, ക്വാളിറ്റേറ്റീവും ഉണ്ട്. പരിമാണാത്മകവുമുണ്ട്, ഗുണാത്മകവുമായിട്ടുള്ളതുണ്ട്. അങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നിടത്ത് മാർക്സ്, ഭാരം, വരുമാനം, ചെലവ് അതൊക്കെ കണക്കാക്കാം. എന്നാൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നിടത്ത് സെക്സ്, പേഴ്സണാലിറ്റി, കളറ് അങ്ങനെ പറയുന്നതൊക്കെ ക്വാളിറ്റിയാണ്, അങ്ങനെ ആട്രിബ്യൂട്ട്സാണ്. അത്തരം ഡാറ്റകളൊക്കെ ക്വാളിറ്റേറ്റീവും നേരത്തെ പറഞ്ഞതൊക്കെ ക്വാണ്ടിറ്റേറ്റീവുമാണ്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് എന്താണ് റോള്? സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കൃത്യമായും ചുരുക്കിയും മനസ്സിലാക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സ് അത്യന്താപേക്ഷിതമാണ്. ഗവൺമെൻറ്, വ്യവസായശാലകൾ, കാർഷിക സ്ഥാപനങ്ങൾ തുടങ്ങിയവ ബജറ്റ് അഥവാ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വിവിധ സാമ്പത്തിക ചരങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. അതുപോലെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ, സങ്കല്പങ്ങൾ പരിശോധിക്കുന്നതിന് ഇതിനൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. അതായത് എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റോൾ എന്താണ്? ഇന്നവിറ്റബിൾ. എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളത് കൂടിയാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നാം പറയുന്നിടത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെക്കണം. എന്തുകൊണ്ടാണ് എക്കണോമിക്സിൻ്റെ ഭാഗമായി സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി കടന്നു വന്നത് എന്നത് ഇത് മനസ്സിലാക്കിയാൽ എഴുതാൻ സാധിക്കും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സിംഗുലറും പ്ലൂരലും ഉണ്ട്. സിംഗുലറായിട്ട് ഡാറ്റയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് പറയുന്നത്. പ്ലൂറൽ എന്ന് പറയുന്നിടത്ത് കളക്ഷൻ, ഓർഗനൈസേഷൻ, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ പറയുന്നതൊക്കെ അതിൻ്റെ ശാസ്ത്രീയമായിട്ട് പഠനമാണ്. അപ്പോൾ ഇവിടെ കളക്ഷൻ ഓഫ് ഡാറ്റ ദത്തങ്ങൾ ശേഖരണവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ദത്തങ്ങളെ നമുക്ക് പ്രാഥമിക ദത്തം, അതുപോലെ ദ്വിതീയ ദത്തം ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. അപ്പോൾ പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് ഗവേഷകൻ അഥവാ അന്വേഷകൻ വിവരദാതാവിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ദത്തമാണ് പ്രാഥമികമായിട്ടുള്ളത്, പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന ജനസംഖ്യാ സർവേയിലൂടെ ലഭിക്കുന്ന ദത്തം പ്രാഥമിക ദത്തമാണ്. ഇപ്പോൾ സെൻസസ്, കാനേഷുമാരി എന്ന് പറയുന്നത് കൃത്യതയുള്ളതുമാണ്. പക്ഷേ ഇത് ശേഖരിക്കുന്നതിന് വളരെയധികം ചിലവും സമയവും വരുന്നു. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. എന്നാൽ ദ്വിതീയ ദത്തം എന്ന് പറയുന്നത്, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് മറ്റൊരു അന്വേഷകൻ നേരത്തെ ശേഖരിച്ച വിവരങ്ങളാണ് ദ്വിതീയ ദത്തം. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണ്. ഇവ ശേഖരിക്കുന്നതിന് ചിലവും സമയവും കുറച്ചു മതി. പക്ഷേ ഇത്തരം ദത്തം വിശ്വസനീയമല്ല. നേരത്തെ പബ്ലിഷ് ചെയ്തതാണ്. വേറെ ഒരാൾ ശേഖരിച്ച വിവരങ്ങൾ അത് ഇൻ്റർനെറ്റിലോ പുസ്തകങ്ങളിലൂടെ മറ്റു പ്രസിദ്ധീകരണങ്ങളിലൂടെ ഒക്കെ അത് പബ്ലിഷ് ചെയ്തതാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എടുക്കുകയാണ്. എന്നാൽ പ്രാഥമികമായിട്ടുള്ള ദത്തം, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നേരിട്ട് ആരിൽ നിന്നാണോ അവരിൽ നിന്ന് വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കുക. ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ എന്നതിനെ പറയും. ദ്വിതീയ ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡാണ്, അല്ലെങ്കിൽ അത് പബ്ലിഷ്ഡ് ഡാറ്റയാണ്. അത് ഗൂഗിളിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന്, അങ്ങനെ മറ്റുള്ളവർ ശേഖരിച്ച് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ്. അതായത് ദ്വിതീയ ദത്തം, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് മറ്റൊരു അന്വേഷകൻ നേരത്തെ ശേഖരിച്ച വിവരങ്ങളാണ് ദ്വിതീയ ദത്തം. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണ്. ഇവ ശേഖരിക്കുന്നതിന് ചിലവും സമയവും കുറച്ചു മതി. പക്ഷേ ഇത്തരം ദത്തങ്ങൾ വിശ്വസനീയമല്ല എന്നുള്ളതാണ്. പ്രാഥമിക ഡാറ്റ, പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് പ്രാഥമിക ദത്തവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നതിന് റിലയബിലിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഇത്തരം സെക്കൻഡറി ഡാറ്റകൾ ലഭിക്കുക? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, അന്താരാഷ്ട്ര സംഘടനകൾ അല്ലേ, IMF, IBRD, UNO, ADB, വേൾഡ് ബാങ്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ, സ്വകാര്യ പ്രസിദ്ധീകരണങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ തുടങ്ങിയവ ദ്വിതീയ ദത്തങ്ങളുടെ ഉറവിടങ്ങളാണ്. അപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് മറ്റൊരാൾ ശേഖരിച്ചു അത് പ്രസിദ്ധീകരിച്ച വിവരങ്ങളാണ്. അതെവിടെ നിന്നൊക്കെ ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് സ്ഥാപനങ്ങളെക്കുറിച്ചും അത് ലഭിക്കുന്ന സോഴ്സുകളെക്കുറിച്ചും ഇവിടെ പറഞ്ഞു എന്നുള്ളതുള്ളൂ. എന്നാൽ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് നേരിട്ട് കളക്ട് ചെയ്യുന്നതാണ്. അതൊരു
ഇൻ്റർവ്യൂവിലൂടെ ഒരു ബാങ്കിൽ ചെന്ന് ബാങ്ക് മാനേജറിൽ നിന്ന് വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കുമ്പോൾ അത്തരം വിവരങ്ങൾ അത് പ്രൈമറി ഡാറ്റയാണ്. എന്നാൽ കൂടുതലായിട്ട് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ഡാറ്റകൾ എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റകളാണ്. അതിൻ്റെ ഉറവിടങ്ങളാണ്, സോഴ്സസ് ആണ് ഇവിടെ പറഞ്ഞ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവർ പുറന്തള്ളുന്ന ഒരുപാട് വിവരങ്ങളുണ്ടല്ലോ. അതുപോലെ അന്താരാഷ്ട്ര സംഘടനകൾ, സ്വകാര്യ പ്രസിദ്ധീകരണങ്ങൾ, ഗവേഷണങ്ങൾ, അങ്ങനെ പറഞ്ഞ അനുബന്ധമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വെബ്സൈറ്റുകൾ, ഇതൊക്കെ പാഠപുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ, അതൊക്കെ നമുക്ക് സെക്കൻഡറി, ദ്വിതീയ ദത്തം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം, അത് കളക്ട് ചെയ്യുന്ന രീതികൾ, അതിൻ്റെ പ്രയാസങ്ങൾ, കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യനെയറുകളെക്കുറിച്ച്, ചോദ്യാവലിയെക്കുറിച്ച്. ഡാറ്റ, വിവരങ്ങൾ ശേഖരിക്കുന്നതിന് എപ്പോഴും വിവരശേഖരണത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ അനുബന്ധമായിട്ട് കൃത്യമായ ക്വസ്റ്റ്യനെയറുകൾ, ചോദ്യാവലികൾ ഉണ്ടാവണം. ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇൻ്റർവ്യൂ നടത്താൻ പോകുന്നത് ബാങ്ക് മാനേജറെയാണോ, കർഷകനെയാണോ, അതല്ല വ്യവസായിയെയാണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണോ, ആരുമാവട്ടെ, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്ന വ്യക്തിയുടെ കൈവശം കൃത്യമായിട്ട് ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കണം, ചോദ്യാവലി ഉണ്ടായിരിക്കണം. അപ്പോൾ ചോദ്യാവലി വളരെ പ്രസക്തമാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഡാറ്റകൾ അതിനനുസരിച്ചാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ചോദ്യാവലി, ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ്, ക്വാളിറ്റി ഓഫ് എ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യാവലി എന്ന് പറയുന്നത് ദത്ത ശേഖരിക്കുന്നതിന് വേണ്ടി അന്വേഷകൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടം ചോദ്യങ്ങളെയാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. ഒരു നല്ല ചോദ്യാവലിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ചോദ്യങ്ങൾ വളരെ ദൈർഘ്യമുള്ളതാകാൻ പാടില്ല. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാവരുത്. കാര്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു ചെല്ലുന്ന ചോദ്യമായിരിക്കണം. ചോദ്യങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കണം. കുറേ ചോദ്യങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുക എന്ന് പറയുന്നത് പലതും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടാവരുത്. പിന്നെ ചോദ്യങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കണം. ആദ്യം ചോദിക്കേണ്ടത്, പിന്നെ ചോദിക്കേണ്ടത്, അങ്ങനെ പറയുന്നത്. ചോദ്യങ്ങൾ ലളിതവും വ്യക്തവുമായിരിക്കണം, വളരെ സിമ്പിളായിരിക്കണം. അതുപോലെ ക്ലിയർ ആയിരിക്കണം. ഒരു അവ്യക്തമായ ചോദ്യം ഒരിക്കലും ചോദിക്കരുത്. ആശയക്കുഴപ്പമുള്ള ചോദ്യങ്ങൾ പാടില്ല. അതുപോലെ ഇരട്ട നെഗറ്റീവ് ചോദ്യങ്ങൾ പാടില്ല. അങ്ങനെ പറയുന്ന വളരെ കൃത്യമായിരിക്കണം ക്വസ്റ്റ്യനെയർ. ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ക്വസ്റ്റ്യനെയറിനെ കുറിച്ച്, ക്വാളിറ്റി ഓഫ് എ ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് എഴുതേണ്ടത്. ഇനി പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്ന രീതികൾ, പ്രാഥമിക ദത്തം ശേഖരിക്കുന്ന രീതികളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ വ്യക്തിഗത അഭിമുഖം, തപാൽ രീതി, ടെലഫോൺ അഭിമുഖം, അങ്ങനെ പറയുന്നതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതികൾ. അതിലാദ്യത്തേത് വ്യക്തിഗത അഭിമുഖം, പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പ്രാഥമിക ദത്ത ശേഖരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയാണത്, വ്യക്തിഗത അഭിമുഖം എന്ന് പറയുന്നത്. ഈ രീതി അനുസരിച്ച് അന്വേഷകൻ വിവരദാതാവിനെ നേരിൽ കണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതിന് കുറേ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളുമുണ്ട്. അതായത് ഈ രീതിയിൽ അന്വേഷകന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു. വ്യക്തിഗത അഭിമുഖം കൂടുതൽ വിശ്വസനീയമാണ്. ഇതൊക്കെ ഇതിൻ്റെ മെറിറ്റ്സ് ആണ്. എന്നാൽ ഈ രീതി വളരെയധികം ചിലവും സമയവും വരുന്ന ഒരു പ്രോസസ്സാണ്. മാത്രമല്ല പഠന മേഖല വളരെ വലുതാണെങ്കിൽ ഈ രീതി പ്രയാസകരമാണ്. അതൊക്കെ ഈ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ഡീമെറിറ്റ്സുമായിട്ട്, ലിമിറ്റേഷൻസുമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇനി 2, തപാൽ രീതി, മെയിലിംഗ് ക്വസ്റ്റ്യനെയറാണ്. അതായത് ഗവേഷകൻ ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിയിട്ട് തപാൽ മുഖേന അയച്ചു കൊടുത്തിട്ട് വിവരങ്ങൾ ശേഖരിക്കുക. ആ കിട്ടുന്ന വ്യക്തി അതിനുള്ള മറുപടികളൊക്കെ തിരിച്ച് അയച്ച്, അങ്ങനെയുള്ള വിവരശേഖരണ രീതിയാണ് തപാൽ രീതി, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ചോദ്യാവലി ലഭിച്ച ആൾ അദ്ദേഹം ഉത്തരം എഴുതി തിരിച്ചയക്കും കവറിൽ. അങ്ങനെയാണ് അതിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പഠന മേഖല വളരെ വലുതും ഉൾപ്രദേശങ്ങളിലുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ രീതി ഗുണകരമാണ്. ഇപ്പോൾ റിമോട്ട് ഏരിയയിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ ഈ മെയിലിംഗ് ക്വസ്റ്റ്യനെയറാണ് സ്വീകരിക്കുക.
അതുപോലെ മറ്റൊരു മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇത് ചിലവ് കുറവാണ്. ഈ ഒരു രീതിയിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ചിലവ് കുറവാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് ആർക്കാണോ ആരിൽ നിന്നാണോ വിവരം ശേഖരിക്കുന്നത് അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അദ്ദേഹം ലിറ്ററേറ്റ് ആയിരിക്കണം, സാക്ഷരനായിരിക്കണം. അക്ഷരജ്ഞാനമില്ലാത്തവരിൽ നിന്നും അത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുക പ്രയാസകരമായിരിക്കും. ഇനി പ്രാഥമിക ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെടുത്തി മറ്റൊരു രീതി ടെലഫോണിക് അഭിമുഖമാണ്. അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ നേരിട്ട് നടത്തുകയാണെങ്കിൽ ഇത് ടെലഫോൺ വഴി നടത്തുന്നതാണ്. ചിലവ് കുറവായിരിക്കും. വളരെ ദൂരത്ത് നിന്നൊക്കെ ഡാറ്റ കളക്ഷൻ നടത്താൻ സാധിക്കും. അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതൊന്നുമില്ല. അങ്ങനെ പറയുന്ന ഗുണങ്ങളൊക്കെ അതിനുണ്ട്. വിവര ശേഖരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിയുന്ന പദങ്ങളാണ് സെൻസസും സർവേയും അങ്ങനെയൊക്കെ പറയുന്നത്. അവിടെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന പൈലറ്റ് സർവേയെക്കുറിച്ച്, പൈലറ്റ് സർവേ യഥാർത്ഥ സർവേ നടത്തുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനു മുമ്പ് ഒരു ചെറു ഗ്രൂപ്പിൽ നിന്ന് നടത്തുന്ന പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ എന്ന് പറയുക. അപ്പോൾ 100 പേരടങ്ങുന്ന ഒരു വലിയ ടീമിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം. അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ ചോദ്യാവലികളും മറ്റുമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൽ നിന്നൊരു 10 പേരിൽ നിന്ന് ഡാറ്റ കളക്ഷൻ നടത്തുമ്പോൾ ഈ ചോദ്യങ്ങളുടെ ആക്യുറസി, അതിൻ്റെ സമയം, ചിലവ് അങ്ങനെ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നടത്തുന്നതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻസസ് സർവേയും സാമ്പിൾ സർവേയും എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതും വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള വിവരശേഖരണമാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന്, അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അതിൽ നിന്ന് മുഴുവനായിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് അതിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു വിഭാഗത്തിൽ നിന്ന് മാത്രം പോപ്പുലേഷനിലുള്ള എല്ലാ ഇനങ്ങളിൽ നിന്നും വിവരം ശേഖരിക്കുന്ന രീതിയാണ് സെൻസസ് സർവേ എന്ന് പറയുക. എന്നാൽ അതിൽ നിന്ന് പ്രതിനിധികളിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് സാമ്പിൾ സർവേ എന്നും പറയുന്നത്. അപ്പോൾ സെൻസസ് സർവേയും സാമ്പിൾ സർവേയും നല്ല രീതിയിൽ മനസ്സിലാക്കണം. എന്നാൽ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്ന വേറൊരു ഭാഗം സാമ്പിളിംഗ് രീതിയാണ്, മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പഠനത്തിൻ്റെ കൃത്യത, സാമ്പിൾ എടുക്കുന്ന രീതി ഇതൊക്കെ ആശ്രയിച്ചായിരിക്കും. ഇപ്പോൾ റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും ഇങ്ങനെ 2 പ്രധാനപ്പെട്ട സാമ്പിളിംഗ് രീതികളാണുള്ളത്. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് പോപ്പുലേഷനിലുള്ള എല്ലാ ഇനങ്ങൾക്കും സാമ്പിൾ ആകാൻ തുല്യ സാധ്യതയുള്ള ഒരു സാമ്പിൾ തിരഞ്ഞെടുപ്പ് രീതിയാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ ആര് വേണമെങ്കിലും ഏത് വേണമെങ്കിലും വരാം. അവിടെ ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല, കണ്ടീഷനൊന്നുമില്ല. പോപ്പുലേഷനിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരുകൾ തുണ്ട് കടലാസുകളിൽ എഴുതി മടക്കി അതിന് ശേഷം ഒരു പെട്ടിയിലിടുന്നു. നന്നായി കുലുക്കിയതിന് ശേഷം കണ്ണടച്ച് ആവശ്യമായ സാമ്പിൾ എടുക്കുന്നു. ഇപ്രകാരമുള്ള സാമ്പിളിംഗ് ആണ് ലോട്ടറി രീതി എന്ന് പറയുന്നത്, അല്ലേ? ലോട്ടറി മെത്തേഡ് കൂടാതെ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാർ കമ്പ്യൂട്ടർ സഹായത്തോടെ രൂപീകരിച്ചിട്ടുള്ള റാൻഡം ടേബിൾ നമ്പർ ഉപയോഗിച്ച് സാമ്പിൾ തിരഞ്ഞെടുപ്പൊക്കെ നടക്കാവുന്നതാണ്. അപ്പോൾ സാമ്പിളിംഗ് രീതിയിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നതുണ്ട്. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ റാൻഡം സാമ്പിളിങ്ങിലാണ് ലോട്ടറി മെത്തേഡും ഉണ്ട്, അതോടൊപ്പം തന്നെ റാൻഡം ടേബിൾ നമ്പർ ഉപയോഗിച്ച് നടത്തുന്ന സാമ്പിളിംഗ് രീതികളുണ്ട്. ഇനി വരുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. നോൺ റാൻഡം സാമ്പിളിംഗ് ഈ രീതിയെ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് അഥവാ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്നും പറയും. ഇപ്പം നോൺ റാൻഡം സാമ്പിളിംഗ് രീതി എന്ന് പറയുമ്പോൾ അവിടെ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആൾ തൻ്റെ താല്പര്യവും സൗകര്യമൊക്കെ അനുസരിച്ച് സാമ്പിളുകൾ എടുക്കും. ഒരു പ്രത്യേക വിഭാഗങ്ങളിൽ നിന്ന് ഇന്ന ആളുകൾ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, എവിടെ നിന്നൊക്കെ വിവരങ്ങൾ അത് മുൻകൂട്ടി തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ 60 കുട്ടികളുണ്ട്. 60 കുട്ടികളിൽ നിന്ന് ആരിൽ നിന്ന് വേണമെങ്കിലും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ ക്ലാസ്സിൻ്റെ ഒരു സ്വഭാവം നിശ്ചയിക്കുന്നതാണ് സാമ്പിളിംഗ്. അവിടെ റാൻഡം സാമ്പിളിംഗ് ആണത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിക്കുകയാണ് പെൺകുട്ടികളിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ഇന്ന പഞ്ചായത്തിൽ നിന്നുള്ളവരിൽ നിന്ന് മാത്രം. അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ച് കഴിഞ്ഞാൽ അത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരാൾ നേരത്തെ തന്നെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ് റൂമിലെ ഒറ്റക്ക റോൾ നമ്പറുകൾ വരുന്നവരിൽ നിന്ന് മാത്രം എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലെ എല്ലാവർക്കും തുല്യ സാധ്യത ഇല്ല. അവിടെ ഒറ്റക്ക റോൾ നമ്പറുള്ളവരെ മാത്രമേ എടുക്കുകയുള്ളൂ. അത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ്. അപ്പോൾ സാമ്പിളിംഗ് റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി അതുപോലെ വളരെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സാമ്പിളിംഗ് തെറ്റുകളും നോൺ സാമ്പിളിംഗ് തെറ്റുകളും, സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും എന്താണെന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ സെൻസസ് സർവേ ഫലവും നേരത്തെ പറഞ്ഞല്ലോ സമ്പൂർണ്ണമായിട്ടുള്ള വിവരശേഖരണമാണ് സെൻസസ്. സാമ്പിൾ സർവേ ഫലം ഇത് ഒരു റെപ്രസെൻറ്റേറ്റീവ്
ഗ്രൂപ്പിൽ നിന്നെടുക്കുന്നതാണ് സാമ്പിൾ സർവേ. തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ. ഈ വ്യത്യാസത്തെ ഇപ്പോൾ സെൻസസ് സർവേ സമ്പൂർണ്ണമായിട്ട് വിവരം ശേഖരിക്കുകയാണ്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഒരു എടുത്ത സെൻസസ് പ്രകാരം കിട്ടിയതിൽ നിന്ന് സാമ്പിൾ അതേ ഗ്രൂപ്പിൽ അതിലെ ചെറിയൊരു ഗ്രൂപ്പിൽ നിന്ന് സാമ്പിൾ സർവേ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഈ വ്യത്യാസങ്ങളെയാണ് സാമ്പിളിംഗ് തെറ്റുകൾ, സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുക. അതായത് ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ സെൻസസ് നടത്തിയപ്പോൾ ശരാശരി വേതനം ഒരു വിഭാഗത്തിൻ്റെ ശരാശരി ആവറേജ് വേജ് എന്ന് പറഞ്ഞാൽ 500 രൂപ കിട്ടി. അതേ ടീമിൽ നിന്ന് കുറച്ച് ആളുകളെ പ്രതിനിധികളെടുത്തപ്പോൾ സാമ്പിൾ സർവേ നടത്തിയപ്പോൾ ശരാശരി വേതനം 550 രൂപയാണ് കിട്ടിയതെന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരേ ടീമിൽ നിന്ന് തന്നെയാണ്, ഒരു വിഭാഗത്തിൽ നിന്ന് ശരാശരി വേജ് എന്ന് പറഞ്ഞാൽ 500 കിട്ടി. അതിൽ നിന്നൊരു ചെറിയ ഗ്രൂപ്പിനടുത്ത് സാമ്പിൾ സർവേ നടത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ 550. ഇവിടെ 50 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇത് ഒരു സാമ്പിൾ എററാണ്. ഇങ്ങനെ വരുന്ന എററുകളെയാണ് സാമ്പിളിംഗ് തെറ്റുകൾ, സാമ്പിൾ എറർ എന്ന് പറയുന്നത്. എന്നാൽ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നതാണ് കൂടുതൽ പ്രയാസകരമാവുക. അപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്ന ആൾ അത് തരംതിരിക്കുമ്പോൾ, അത് രേഖപ്പെടുത്തുമ്പോൾ വിവരം നൽകുന്ന വ്യക്തി ഈ കൃത്യമായി വിവരങ്ങൾ നൽകാതിരിക്കുക, ഇങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന എററുകളെയാണ് നോൺ സാമ്പിളിംഗ് എറർ എന്നും പറയുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇനി അതിലെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് കാണുന്നതാണ് സാമ്പത്തിക സർവേ നടത്തുന്ന ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടൊക്കെ. ഇപ്പോൾ ഇന്ത്യയിലെ ഈ സർവേ കണ്ടക്ട് ചെയ്യുന്ന, ഇപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും അറിയേണ്ട ചില സ്ഥാപനങ്ങളാണ് സെൻസസ് ഓഫ് ഇന്ത്യ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO, അതുപോലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് DGCIS, ലേബർ ബ്യൂറോ. ഇങ്ങനെയുള്ളതൊക്കെയാണ് പ്രമുഖമായിട്ട് സാമ്പത്തിക സർവേ നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഡാറ്റകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റകളെ കൃത്യമായിട്ട് അതിനെ ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ ഇവയിൽ നിന്ന് നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ വളരെ പ്രയാസമായിരിക്കും. വസ്തുനിഷ്ഠമായ നിഗമനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി അസംസ്കൃത ദത്തം അനുയോജ്യമായ വിധത്തിൽ തരംതിരിക്കുന്ന പ്രവർത്തനത്തെയാണ് വർഗീകരണം, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് വിവിധ തരത്തിലുള്ള വർഗീകരണങ്ങളുണ്ട്. അത് എന്തിൻ്റെയൊക്കെ ബേസിലാണ് ആ വർഗീകരണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്നതാണ്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതിൽ ആദ്യം നമുക്ക് കാണാവുന്നത് സ്ഥലീയ വർഗീകരണം, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, സ്ഥലവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. വിവിധ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദത്തം തരംതിരിക്കുന്നതിന് സ്ഥലീയ വർഗീകരണം എന്ന് പറയും. സ്ഥലവുമായിട്ട് സ്പേഷ്യൽ, സംസ്ഥാനം, രാജ്യം എന്നിങ്ങനെ ഭൂപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദത്തങ്ങളെ തരംതിരിക്കുന്നതാണ്. ഉദാഹരണം, ഇന്ത്യയുടെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുക. അവിടെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കേരളം, സിക്കിം ഇങ്ങനെ ജനസംഖ്യ തൊട്ടപ്പുറത്ത് ഒരു ഡാറ്റയായിട്ട് തരുന്നുണ്ടെങ്കിൽ ഇതൊരു ഓർഗനൈസേഷനാണ്. ഇത് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത് കാലാനുസൃത വർഗീകരണമാണ്, ക്രോണോളജിക്കൽ ഓർഗനൈസേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ദിവസം, ആഴ്ച, മാസം, വർഷം തുടങ്ങിയ കാലക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദത്തം തരംതിരിക്കുന്നതിനെയാണ് കാലാനുസൃത വർഗീകരണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യ വർഷാടിസ്ഥാനത്തിൽ, ഇവിടെ ഈ പട്ടിക ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. വർഷം 2011 ജനസംഖ്യ 121.87, പിന്നെ 2001 10 വർഷം മുന്നത്തത് 1991, അങ്ങനെ 10 വർഷം കൂടുമ്പോഴാണല്ലോ സെൻസസ് എടുക്കുന്നത്. അങ്ങനെ ഇയർ ഒരു ഭാഗം തന്നു, ഡാറ്റ അതിനനുസരിച്ച് ക്രോഡീകരിക്കുന്നതാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് ഇയറോ മന്തോ ഡേയോ ഒക്കെ ആവാം. ഇനി മൂന്നാമത്തത് ഗുണാത്മക വർഗീകരണമാണ്, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലിംഗം, സാക്ഷരത, വൈവാഹികം, ദേശീയത തുടങ്ങി ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദത്തം തരംതിരിക്കുന്നതിനാണ്
ഗുണാത്മക വർഗീകരണം, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ ലിംഗം, സാക്ഷരത എന്നീ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ എങ്ങനെ തരംതിരിച്ചതാണ് ഇവിടെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോപ്പുലേഷൻ, ഫീമെയിൽ, മെയിൽ, ഫീമെയിലിൽ ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, സാക്ഷരരും നിരക്ഷരരും, അതുപോലെ മെയിലിൽ സാക്ഷരരും നിരക്ഷരരും, അവരുടെയൊക്കെ കണക്കുകളൊക്കെ പറയുമ്പോൾ ഈ ഒരു വർഗീകരണം ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റിയാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നാലാമത്തത് പരിമാണാത്മക വർഗീകരണമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഒരാളുടെ ഉയരം, ഭാരം, അല്ലെങ്കിൽ ഒരാളുടെ വരുമാനം, ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് തുടങ്ങിയൊക്കെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിന് അങ്ങനെയുള്ളതാണ് പരിമാണാത്മക വർഗീകരണം, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ ചരങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പരിമാണാത്മക വർഗീകരണം അസന്തത ആവൃത്തി വിതരണവും സന്തത ആവൃത്തി വിതരണം എന്നിങ്ങനെ രണ്ട് വിധത്തിൽ ചെയ്യും. അതായത് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. അത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. അതായത് അസന്തത ആവൃത്തി വിതരണം എന്ന് പറയുന്നത് ഒരു നിശ്ചിത മൂല്യം മാത്രം സ്വീകരിച്ചിരിക്കുന്ന ചരങ്ങളെ അസന്തത ചരങ്ങൾ എന്ന് പറയും. ഇത്തരം ചരങ്ങളുടെ അളവുകൾ വിഭജിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം, ക്ലാസ് മുറികളുടെ എണ്ണം, വാഹനങ്ങളുടെ എണ്ണം, പുസ്തകങ്ങളുടെ എണ്ണം, രാജ്യങ്ങളുടെ എണ്ണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചരങ്ങളുണ്ട്. ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അസന്തത ആവൃത്തി വിതരണം എന്നാണ് അതിന് പറയുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കാര്യം കൃത്യമാവും. അവിടെ ഒരു റൗണ്ടഡ് ഫിഗർ ആയിരിക്കും. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ കാണിക്കാൻ സാധിക്കില്ല, പൂർണ്ണമായിരിക്കും. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നിടത്ത് അത്തരത്തിലുള്ള ഒരു വിതരണത്തെയാണ് അസന്തത ആവൃത്തി വിതരണം എന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസന്തത ആവൃത്തി വിതരണത്തിൻ്റെ രൂപീകരണം അതെങ്ങനെയാണ്, ഫോർമുലേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഒരു 20 കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്. കുട്ടികളുടെ എണ്ണം 3, 2, 1, 3 അങ്ങനെ പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ എണ്ണം ആരോഹണക്രമത്തിൽ ആവർത്തനമില്ലാതെ ടാലി ഷീറ്റ് പട്ടികപ്പെടുത്തുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അത് വരുന്നുണ്ടായിരിക്കുക? ഇവിടെ കുട്ടികളുടെ എണ്ണം, അത് കുടുംബം 20 കുടുംബങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 20 കുടുംബങ്ങളുടേത് ഒരു ഭാഗത്ത് കൊടുക്കുന്നു. അങ്ങനെ എണ്ണം എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്ത് നമുക്ക് ടാലി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ഈ ഒരു 20 കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണം തന്നെ എങ്ങനെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്കിവിടെ ചാർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടികളുടെ എണ്ണം 0, 1, 2, 3, 4 കുടുംബങ്ങളുടെ എണ്ണം ഇപ്പുറത്ത് ടാലി കൊടുത്തിട്ടാണ്. 0 ഉള്ളത് ഒരു കുടുംബമുണ്ട്, ഒരു കുട്ടിയുള്ളത് ഇവിടെ ടാലി ചെയ്ത് കണ്ടില്ലേ, 5 ഉണ്ട്. ടാലി മാർക്ക് ഇട്ട് അതിന് താഴെയുള്ള കോളം കാണിച്ചിരിക്കുന്നത് അതിന് ന്യൂമറിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 3 കുട്ടികളുള്ളത്, അതുപോലെ 4 കുട്ടികളുള്ളത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി അതുപോലെ സന്തത ആവൃത്തി വിതരണം, അതായത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കാണാറുണ്ട്. ഏത് മൂല്യവും സ്വീകരിക്കുന്ന ചരങ്ങളെ സന്തത ചരങ്ങൾ എന്ന് പറയുന്നു. അതായത് ഇത്തരം ചരങ്ങൾ അനന്തമായി വിഭജിക്കാൻ സാധിക്കും. ഇപ്പോൾ ഭാരം, വരുമാനം, ചിലവ്, സമ്പാദ്യം ഇങ്ങനെയുള്ളതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇവിടെ ക്ലാസ്സുകളായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ സന്തത ആവൃത്തി വിതരണ രൂപീകരിക്കുന്നത് ചരങ്ങളെ ക്ലാസ്സുകളായിട്ട് വർഗീകരിച്ചു കൊണ്ടായിരിക്കണം. ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 0 മുതൽ 10 വരെ, 10 to 20, 20 to 30, 30 to 40, 40 to 50 ഇങ്ങനെ പറയുന്നത് ഇതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ്സാണ്. ഇതിൻ്റെ ലോവർ ലിമിറ്റ് ആ ക്ലാസ്സിൽ ഉൾപ്പെടും, എന്നാൽ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിലാണ് വരുന്നത്, 0 to 10, 10 to 20. അപ്പോൾ ഫ്രീക്വൻസി അവിടെ ഉണ്ട് അല്ലേ, 3, 5, 6. അപ്പോൾ ലോവർ ലിമിറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ അപ്പർ ലിമിറ്റ്
ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞത് 10 ഈ ക്ലാസ് ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആദ്യത്തെ കേസിൽ 10 മൈനസ് 0, രണ്ടാമത്തതിൽ 20 മൈനസ് 10. അപ്പോൾ ഒക്കെ ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ 10 എന്നുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ മിഡ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 0 + 10/2. ആദ്യത്തെ മിഡ് പോയിൻ്റ് 5 കിട്ടി. പിന്നെ 10 + 20/2, അപ്പോൾ 30/2. രണ്ടാമത്തത് മിഡ് പോയിൻ്റ് 15. അങ്ങനെ മിഡ് പോയിൻറ്റുകളും കാണാൻ സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞത് 0 to 10, 10 to 20 അതൊക്കെ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളാണ്. എന്നാൽ ഇൻക്ലൂസീവ് രീതിയുണ്ട്. ഈ രീതി അനുസരിച്ച് ഓരോ ക്ലാസ്സിലെയും ഈ പരിധി, ഈ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്, ഉച്ചപരിധി എന്ന് പറയുന്നത് ആ ക്ലാസ്സിൽ തന്നെ വരും, മറ്റ് ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്നില്ല. അപ്പം നേരത്തെ പറഞ്ഞ 0 to 10 അതിൽ 10 അടുത്ത ക്ലാസ്സിലേക്കാണ് വരുന്നത്, 10 to 20. എന്നാൽ ഇവിടുത്തെ ക്ലാസ് നോക്ക്, 1 മുതൽ 10 വരെ, 11 മുതൽ 20 വരെ, അടുത്തത് 20 മുതൽ 30, 30 മുതൽ 40, 40 മുതൽ 15. അതവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. കണ്ട, ഇത് ഒരു ഇൻക്ലൂസീവ് രീതിയാണ്. ഇൻക്ലൂസീവ് രീതിയിലാകുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആ ക്ലാസ്സിൽ തന്നെ വിടും. എന്നാൽ എക്സ്ക്ലൂസീവ് രീതി എന്താ സംഭവിക്കുക? അതിൻ്റെ ലോവർ ലിമിറ്റ് ആ ക്ലാസ്സിലുണ്ടാവും, അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ ഉൾപ്പെടുകയും ചെയ്യില്ല. നേരത്തെ പറഞ്ഞ 0 to 10, 10 to 20, 20 to 30 അതൊക്കെ എക്സ്ക്ലൂസീവാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ ഉച്ചപരിധി, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ നീചപരിധി, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഉച്ചപരിധി, മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ നീചപരിധിയും എന്നിങ്ങനെ തുടർന്ന് ക്ലാസ്സുകൾ നിർമ്മിക്കുന്ന രീതിയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. അതാണ് 0 to 10, 10 to 20, 20 to 30, 30 to 40 എന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, ദത്തയുടെ അവതരണം എന്ന് പറയുന്നത്, എങ്ങനെയൊക്കെ ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യാം, അതിൻ്റെ വിവിധ രീതികളാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നതുകൊണ്ട്. അപ്പം 3 രീതികൾ വിവരണാത്മക അവതരണമുണ്ട്, ടെക്സ്ച്വൽ പ്രസൻറ്റേഷൻ. മറ്റൊരെണ്ണം പട്ടിക അവതരണം, ടേബുലാർ പ്രസൻറ്റേഷൻ. വേറൊരെണ്ണം ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ, ഡയഗ്രം, ചിത്രരൂപത്തിലുള്ള അവതരണം. ഇങ്ങനെ 3 രീതികളാണ് അതിൻ്റെ പ്രസൻറ്റേഷനിൽ കാണാവുന്നത്. അതിൽ ആദ്യത്തേത് വിവരണാത്മക അവതരണം, ടെക്സ്ച്വൽ പ്രസൻറ്റേഷൻ. ശേഖരിച്ച ഡാറ്റാസ് ടെക്സ്റ്റ് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ അങ്ങനെയുള്ളതാണ്. രണ്ടാമത്തത് ടേബുലാർ പ്രസൻറ്റേഷൻ, പട്ടിക അവതരണമാണ്. ദത്തം തരംതിരിച്ച് വരികളും നിരകളും, റോസ് ആൻഡ് കോളംസ് പ്രദർശിപ്പിക്കുന്നതിനെയാണ് പട്ടിക അവതരണം. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പലപ്പോഴും ഇങ്ങനെ പട്ടിക രൂപത്തിലുള്ള വിവിധ വിവരങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ടേബിൾ അത് പൂർണ്ണാർത്ഥത്തിൽ അത് പൂർത്തിയാവുന്നത് അതിൽ ഏകദേശം 8ഓളം പാർട്സുകൾ വളരെ പ്രധാനപ്പെട്ടതുണ്ട്. അതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു ടേബിൾ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ ഒരു പട്ടികയുടെ പ്രധാന ഭാഗങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളാണ്. അതിലൊന്ന് പട്ടിക നമ്പറാണ്. ഒരു ടേബിളിന് എപ്പോഴും ഒരു നമ്പർ ഉണ്ടായിരിക്കും. പട്ടിക തിരിച്ചറിയുന്നതിനും വീണ്ടും റെഫർ ചെയ്യുന്നതിനൊക്കെ പട്ടികയുടെ മുകളിലോ താഴെയൊക്കെ ആയിട്ട്, അതില്ലെങ്കിൽ അതിൻ്റെ ഹെഡിങ്ങോട് കൂടിയിട്ടൊക്കെ ആയിട്ട് പട്ടിക നമ്പർ കാണാറുണ്ട്. രണ്ടാമത്തത് ശീർഷകം, അതായത് പട്ടികയ്ക്ക് അനുയോജ്യമായിട്ടുള്ള തലക്കെട്ട്, ഹെഡിങ് ഉണ്ടായിരിക്കും, എന്തിനെക്കുറിച്ചിട്ടുള്ള ടേബിളാണ് എന്നുള്ളത് അതിൽ കാണാം. മൂന്നാമത്തത് ക്യാപ്ഷൻ ഓർ കോളം ഹെഡിങ് എന്ന് പറയുന്നത്, നിരകളുടെ ശീർഷകത്തിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകും. നാലാമത്തത് സ്റ്റെബ്, റോ ഹെഡിങ് എന്താ പറയുക, വരികളുടെ ശീർഷകത്തെയാണ് സ്റ്റെബ് എന്ന് പറയുക. അപ്പോൾ പട്ടിക നമ്പർ, ശീർഷകം, കോളം ഹെഡിങ്, റോ ഹെഡിങ്. ഇനി അഞ്ചാമത്തത് ഉള്ളടക്കം, ബോഡി. പട്ടികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഉള്ളടക്കം. അത് എന്തിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ കണ്ടൻറ്റാണ് അഞ്ചാമത്തെ ഭാഗമായിട്ട് വരുന്നത്, വളരെ പ്രധാനപ്പെട്ടത്. 6 വരിയും നിരയും കൂടിച്ചേരുന്ന ബോക്സിനെയാണ് സെല്ല് എന്ന് പറയാറ്. പലപ്പോഴും അത് നമ്മൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാറില്ല. ഒരു വരിയും ഒരു നിരയും അങ്ങനെയുള്ളൊരു സെല്ല് എന്ന് പറയുന്നത്. 7ാമത്തത് തലക്കുറിപ്പ്, ഹെഡ് നോട്ട്. 8ാമത്തത് ഫൂട്ട് നോട്ട്. 9 സോഴ്സസ്, ഈ പട്ടികയിലേക്കുള്ള വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതൊക്കെ പ്രസ്താവിക്കുന്നതാണ് സോഴ്സസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനമായിട്ടും 8 പാർട്സുകൾ നമുക്ക് കാണാം. അതിൽ സെല്ല് കൂടി ഉൾപ്പെടുത്തുമ്പോൾ 9 പാർട്സുകൾ
ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് രീതികൾ കഴിഞ്ഞു. ഒന്ന് ടെക്സ്ച്വലാണ്, മറ്റൊന്ന് ടേബുലാർ പ്രസൻറ്റേഷനാണ്. ഇനി മൂന്നാമത്തേത് ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ. ഡയഗ്രാം ദത്തം പ്രദർശനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രീതിയാണ് ഡയഗ്രാം മുഖേനയുള്ള അവതരണം എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ഡയഗ്രങ്ങളും ഉണ്ട്. അതിൽ ജിയോമെട്രിക് ഡയഗ്രാം ഉണ്ട്. ജിയോമെട്രിക് ഡയഗ്രാം അത് തന്നെ 3 തരത്തിലുണ്ട്. ഇപ്പോൾ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനിൽ ജിയോമെട്രിക് ഡയഗ്രാം ഉണ്ട്, ഫ്രീക്വൻസി ഡയഗ്രാംസും ഉണ്ട്. ഇവിടെ ആദ്യം നമ്മൾ ജിയോമെട്രിക് ഡയഗ്രാം, അതിൽ തന്നെ ജിയോമെട്രിക് ഡയഗ്രാം 3 വിധത്തിലുണ്ട്. ഒന്ന് ബാർ ഡയഗ്രമാണ്, സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണൻറ്റ് ബാർ ഡയഗ്രാം എന്നിവയാണ് പ്രധാനമായിട്ടുള്ള ബാർ ഡയഗ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ബാർ ഡയഗ്രാം ഉണ്ടാവുക? ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവിടെ സിമ്പിൾ ബാർ ഡയഗ്രാം കാണാം. ഇത്തരം ഡയഗ്രത്തിൽ ഒരു ചതുരം മാത്രമാണ് അവതരിപ്പിക്കുന്നത്, അല്ലേ? ബാറുകളുടെ ഉയരം അത് ഡാറ്റയുടെ അളവിനെ ആനുപാതികമായിട്ട് വരക്കുന്നതാണ്. ഇവിടെ 1951, 61 അങ്ങനെ 2011 വരെയുള്ള പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വൈ ആക്സിസിൽ 5, 25, 45 എന്ന് പറയുന്നത് കോടി എണ്ണം എന്നുള്ളതിൽ ഉൾപ്പെടുമ്പോൾ 1951 ഏകദേശം 25-നും 45-നും ഇടയിൽ 30, അല്ലേ? 30, 35 അവിടെ കൃത്യമായിട്ട് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓരോ ബാറുകളാണ് കൊടുത്തിരുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ ബാർ ഡയഗ്രാം കഴിയുമ്പോൾ മറ്റൊന്ന് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമാണ്. ഈ ഒരു ഡയഗ്രത്തിലൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നേരത്തെ കണ്ട ആ ബാർ ഡയഗ്രാം പോലെ ഇതുപോലെയും ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഒന്നിലധികം ബാറുകൾ ചേർന്നിരിക്കുകയാണ്. 1973, 74 ഒരു നീലയും റെഡും ഗ്രീനും, അല്ലേ? 3 എണ്ണം അവിടെ കാണാനുണ്ട്. ഇത് പോവർട്ടി അതിൻ്റെ പെർസെൻറ്റേജ് 73, 74 റൂറൽ, അർബൻ, ടോട്ടൽ, അല്ലേ? ടോട്ടൽ എന്ന് പറയുന്നതാണ് ഗ്രീന് കാണിച്ചിരിക്കുന്നത്, റെഡ് അർബനാണ്, മറ്റേത് റൂറലാണ്. അത് ഒരേ ഇയറിൽ തന്നെയാണ്. അപ്പം മൾട്ടിപ്പിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഇനി കമ്പോണൻറ്റ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരേ ബാറിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഗ്രീനും ബ്ലാക്കും ബ്ലൂവും കാണുന്നുണ്ടല്ലോ. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ അഗ്രികൾച്ചറിൻ്റെ പെർസെൻറ്റേജ് അത് ഒരു 60, 70, അല്ലേ? പിന്നെ അതിന് മുകളിലേക്കുള്ളത് ഇൻഡസ്ട്രിയാണ്, പിന്നെ അതിന് മുകളിലേക്കുള്ളത്. എന്നാൽ ആ ഒരു ബാർ മൊത്തമായിട്ട് എടുക്കുന്നത് പെർസെൻറ്റേജ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നതാണ്. ഇനി പൈ ഡയഗ്രാം. ഇപ്പോൾ ജിയോമെട്രിക് ഡയഗ്രാം എന്ന് പറയുന്നിടത്ത് ബാർ ഡയഗ്രാം പറഞ്ഞു, അതിൽ സിമ്പിൾ, അതുപോലെ മൾട്ടിപ്പിൾ, കോമ്പണൻറ്റ്. അതുപോലെ ജിയോമെട്രിക് ഡയഗ്രത്തിൽ മറ്റൊന്നാണ് പൈ ഡയഗ്രാം. ഒരു വൃത്തത്തെ വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിച്ച് ദത്തം അവതരിപ്പിക്കുന്ന രീതിയാണെന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇവിടെ ഒരു ഡാറ്റ തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം, വസ്ത്രം, യാത്ര, മരുന്ന്, മറ്റുള്ളവ ചിലവുകൾ തന്നിട്ടുണ്ട്, അല്ലേ? അതിന് നേരൊക്കെ ആയിട്ട് ചിലവുകളും തന്നിട്ടുണ്ട്. ഈ ചിലവുകൾ പേഴ്സൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇതിനെ നമ്മൾ ആംഗിളിലേക്ക് മാറ്റണം. ആംഗിളിൽ മാറ്റിയിട്ട് 360 ഡിഗ്രി എന്നുള്ളതിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ഒരു ഡാറ്റയിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഭക്ഷണം, വസ്ത്രം, യാത്ര, മരുന്ന്, മറ്റുള്ളവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് പേഴ്സൻറ്റേജിലാണ്. പേഴ്സൻറ്റേജിലല്ലാത്തതാണ് കിട്ടുന്നതെങ്കിൽ ആദ്യം ഒരു കോളം കൂടി ചെയ്യണം, പേഴ്സൻറ്റേജിലേക്ക് ആക്കണം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ഇൻറ്റു 3.6 എന്നുള്ളതിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കോണളവ് ഡിഗ്രി എന്നുള്ളത് കിട്ടും. ഇപ്പോൾ ഇവിടെ ഭക്ഷണം എന്നുള്ളത് ഈ രീതിയിലും ചെയ്യാം. അപ്പോൾ ഭക്ഷണം 30/100 ഇൻറ്റു 360 അത് 108 ഡിഗ്രിയാണ്. പിന്നെ വസ്ത്രം അത് 25/100 ഇൻറ്റു 360 90 ഡിഗ്രിയാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇത് 360 ആയിരിക്കും ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അതിനെന്ത് ചെയ്യണം, ഇതുപോലെ സർക്കിളിലേക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ വസ്ത്രം 30, അല്ലേ? ആ 30 എന്ന് പറയുന്നത് 108 ഡിഗ്രിയാണത്. ആ നീല മാർക്ക് ചെയ്തിട്ടുള്ളത് പ്രൊട്രാക്ട് വെച്ചുകൊണ്ടാണ് ആ ഡിഗ്രി ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ വ്യത്യസ്ത കളറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ ഈ പൈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്, അല്ലേ? ഇനി രണ്ടാമത്തത് ഫ്രീക്വൻസി ഡയഗ്രമാണ്. ഇപ്പോൾ ജിയോമെട്രിക്ക് കഴിഞ്ഞു, മറ്റൊന്ന് ഫ്രീക്വൻസി ഡയഗ്രമാണ്. സന്തത ആവൃത്തി വിതരണം പ്രദർശിപ്പിക്കുന്ന ഗ്രാഫാണ് ഫ്രീക്വൻസി ഡയഗ്രാം. ഇത് 4 വിധമുണ്ട് ഈ ഫ്രീക്വൻസി ഡയഗ്രാം എന്ന് പറയുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബാർ ഡയഗ്രാം കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഹിസ്റ്റോഗ്രാം സന്തതാവൃത്തി വിതരണത്തിൻ്റെ ഗ്രാഫാണ്, കണ്ടിന്യൂസ് സീരീസിലാണ് ഇത് വരുന്നത്, അല്ലേ? ഹിസ്റ്റോഗ്രാം ഇതൊരു ദ്വിമാന ഡയഗ്രമാണ്. നീളവും വീതിയും പരിഗണിക്കും. ബാർ ഡയഗ്രത്തിലാണെങ്കിൽ അതിൻ്റെ ഉയരം മാത്രമാണ് പരിഗണിച്ചിരുന്നത്. ഇവിടെ വീതിയും
പരിഗണിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ നോക്കി നോക്കൂ. ഇപ്പോൾ 0 to 10, 10 to 20, 20 to 30 തുടർച്ചയായിട്ടാണ് ബാറുകൾ വരച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പം ഫ്രീക്വൻസിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്, ഈ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് മോഡ് എന്ന് പറഞ്ഞത് ഡയഗ്രമാറ്റിക്കലി ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് മോഡ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരക്കുന്നത് ഇതൊക്കെ വിശദമായിട്ട് നേരത്തെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാമിൻ്റെ ഓരോ ദീർഘചതുരങ്ങളുടെയും മുകൾ പരപ്പിൽ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഇതൊരു ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നതാകുമ്പോൾ ഇവിടെ സ്കെയിൽഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഓരോ ഹിസ്റ്റോഗ്രാം ബാറുകളുടെയും സെൻറ്ററിനെ കണക്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യുന്ന രൂപത്തിൽ അല്ലേ, ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ച് വരക്കുന്നത് പോലെ ആണത് ഫ്രീക്വൻസി പോളിഗൺ വരുന്നത്. എന്നാൽ ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്ന മറ്റൊരെണ്ണമുണ്ട്. അതും ഹിസ്റ്റോഗ്രാമിൻ്റെ ഓരോ ദീർഘചതുരങ്ങളുടെയും മുകൾ പരപ്പിലെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒഴുക്കോടെ വരയ്ക്കുകയാണ്. ഇവിടെയും അതേ ബിന്ദുക്കളാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, പക്ഷേ അതൊരു ഫ്രീ ഹാൻഡാണ്, സ്മൂത്തഡ് കർവാണ്. അതാണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡിൽ പോയിൻറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് ഡ്രോ ചെയ്യുന്നത്. ഇനി ഒരു അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് ഉണ്ട്. അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് നമ്മൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പ്രസൻറ്റേഷനിലെ മറ്റൊരു രീതിയാണ് ഒജീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒജീവ് എന്താണ്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒജീവിൻ്റെ സഹായത്താൽ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ് എന്നീ ആവറേജുകളിൽ മീഡിയൻ എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് കൂടിയാണ് ഒജീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒജീവിൻ്റെ ബേസിക് ആയിട്ടുള്ളത് മനസ്സിലാക്കേണ്ടത് സഞ്ചിതാവൃത്തി വിതരണത്തിൻ്റെ ഗ്രാഫാണ് ഒജീവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവ് എന്നിങ്ങനെ രണ്ട് വിധമുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റിൽ വെച്ചുകൊണ്ടാണ് മീഡിയൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രാഫിക്കൽ ആ മെത്തേഡ് നമ്മൾ തുടർന്ന് പരിശോധിക്കുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് ലെസ് ദാൻ ഒജീവ്, ഒരു നിശ്ചിത മൂല്യത്തിന് താഴെ എത്ര ഇനങ്ങളുണ്ടെന്നറിയാൻ ലെസ് ദാൻ ഒജീവ് ഉപയോഗിക്കും. നമ്മൾ ഒരു ഡാറ്റ അടുത്ത സ്ലൈഡിൽ തന്നെ പരിശോധിക്കുന്നുണ്ട്, അവിടെ വ്യക്തമാക്കാം. മോർ ദാൻ ഒജീവ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത മൂല്യത്തിന് മുകളിൽ എത്ര ഇനങ്ങളുണ്ടെന്നറിയാൻ മോർ ദാൻ ഒജീവ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇവിടെ APL, BPL എന്നൊരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ ഇക്കണോമിക്സിൽ അങ്ങനെ വരുന്നു. എന്നാൽ ഇവിടെ പരിശോധിച്ച് നോക്കൂ, ഈ ഒരു ഡാറ്റയിൽ ഇവിടെ ഈ നൽകിയിരിക്കുന്ന ഈ ടേബിളിൻ്റെ സഹായത്തോടെ ഒജീവ് വരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തണം. ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് 0 to 10, 10 to 20, 20 to 30. അവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. പിന്നീട് ഗ്രേറ്റർ ദാൻ, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടെത്തണം. ഇത് രണ്ടും കാണുന്നത് അതിൻ്റെ ഒരു ലോജിക്കൽ രീതി കൂടിയുണ്ട്. ഇപ്പോൾ ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ഫ്രീക്വൻസി 0 മുതൽ 10 വരെ ഇത് മാർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ 3 കുട്ടികളുണ്ട്. 10 മുതൽ 20 വരെ 5 കുട്ടികളുണ്ട്. 20 മുതൽ 30 വരെ 6 കുട്ടികൾ. ഇനി ശ്രദ്ധിക്കേണ്ടത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇവിടെ ലെസ് ദാൻ 10, 10ന് താഴെ മാർക്കുള്ളത് എത്ര കുട്ടികളുണ്ട്? അത് 3 കുട്ടികളാണ്. പിന്നെ അടുത്തതിലേക്ക് ലെസ് ദാൻ 20, ഈ അപ്പർ ലിമിറ്റ് മാത്രം എടുക്കുക. ലെസ് ദാൻ 20, 20ന് താഴെ, അത് 8 പേരുണ്ട്. 10ൻ്റെ 20ൻ്റെ ഇടയിൽ 5 പേരുണ്ട്, 10ന് താഴെ 3 പേരുണ്ട്. അപ്പോൾ 5 + 3 8 പേരായി. അതുപോലെ ലെസ് ദാൻ 30, 30ന് താഴെ എത്രയുണ്ട്? അപ്പോൾ 6 + 5 + 3 14 പേരുണ്ട്.
ഇങ്ങനെയാണ് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത്. അതേസമയം മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. ഇപ്പോൾ ക്ലാസ് 0 to 10 ആണ്. അവിടുത്തെ ലോവർ ലിമിറ്റ് 0 ആണ്. 0-ന് മുകളിൽ മാർക്ക് കിട്ടിയത് എത്ര കുട്ടികളുണ്ട്? അതിലെ മുഴുവൻ കുട്ടികളും 0-ന് മുകളിൽ കിട്ടിയതാണ്. അപ്പോൾ 20 കുട്ടികളുണ്ട്. ഇനി ലോവർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെത് 10 ആണ്. അപ്പോൾ 10-ന് മുകളിൽ മാർക്ക് കിട്ടിയത് എത്ര പേരുണ്ട്? 10-ന് താഴെ കിട്ടിയത് 3 പേരാണ്. അപ്പോൾ 20-ൽ നിന്ന് 3 ഒഴിവാക്കി കഴിഞ്ഞാൽ 17 കിട്ടി. ദെൻ 20-ന് മുകളിൽ കിട്ടിയവരെത്രയാണ്? അങ്ങനെ 20-ൽ നിന്ന് 8 ഒഴിവാക്കി കഴിഞ്ഞു അല്ലേ? അപ്പോൾ 12 കിട്ടി. അങ്ങനെയാണ് മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസിയും കാണുന്നത്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ കൊടുത്തതുപോലെ നമ്മൾ ചേർത്ത് വരയ്ക്കുകയാണ്. ഇവിടെ ബ്ലൂ ലൈനും റെഡ് ലൈനും കാണാനുണ്ടല്ലോ. റെഡ് ലൈൻ മോർ ദാൻ ഉജീവാണ്. മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ചേർത്ത് വരച്ചതാണ്. 0-ന് മുകളിൽ 20, ആ റെഡിൻ്റെ ഏറ്റവും മുകളിൽ കാണാമല്ലോ 20 എന്ന് പറഞ്ഞ പോയിൻ്റ്. 10-ന് മുകളിലാണെങ്കിൽ 17. അവിടെ റെഡിലെ ഡോട്ടുകൾ നോക്കിയാൽ മതി. മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നത്. ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേഡാണ്. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നാൽ പച്ച ലൈന് താഴേക്ക് വരച്ച് കണ്ടില്ലേ, എക്സ് ആക്സിസിലേക്ക്. അത് വന്നു ചേരുന്നത് ഏകദേശം 24, 20-ന് ശേഷവും 30-ൻ്റെ ഇടയിലാണ്. ഗ്രാഫിലാവുമ്പോൾ കൃത്യമായിട്ട് അവിടെ പോയിൻ്റുകളുണ്ടാവും. അവിടെയാണ് 24. അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒജീവ് ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് ഗ്രാഫിക്കലി നമ്മൾക്ക് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ കൂടി സാധിക്കും. 1 വേർഡ് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം ഒജീവ് എന്ത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒരു പക്ഷേ ഈ പറയുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്തുകൊണ്ട് ഒജീവ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് വരാം. അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി നിർബന്ധമായിട്ടും ചോദ്യപേപ്പറിൽ കാണുന്ന ഒരു ഭാഗം പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ടൂൾസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന ഫോക്കസ് ഏരിയയുടെ ഒരു ചെറിയ ചാപ്റ്റർ, സ്റ്റാറ്റിസ്റ്റിക്സിലെ 9ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകൾ എന്തായാലും ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കണം. അപ്പം അങ്ങനെയാകുമ്പോൾ എന്തൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രോജക്റ്റ് രൂപീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, നടപടിക്രമങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഒരു പ്രോജക്റ്റ് രൂപീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അതിലെ 1ാമത്തെ ഘട്ടം പഠന മേഖല നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് പഠന മേഖല അഥവാ പ്രശ്നം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ 2ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു, പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ പഠന മേഖല നിർണ്ണയിച്ചതിന് ശേഷം ഗ്രൂപ്പിനെ നിശ്ചയിക്കണം. പഠന വിധേയമാക്കുന്ന പോപ്പുലേഷനാണ് പഠന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഏത് ഗ്രൂപ്പുകൾ, ഏതൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ഡാറ്റ ശേഖരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗ്രൂപ്പ് നിശ്ചയിക്കുക എന്നുള്ളതാണ്. 3ാമത് ദത്തയുടെ ശേഖരണമാണ്. ചോദ്യാവലിയുടെ സഹായത്തോടെയോ അല്ലാതെയോ ആവശ്യമായ വിവരങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ശേഖരിക്കുകയാണ് 3ാമത് ചെയ്യുക. അപ്പോൾ ആദ്യം പഠന മേഖല നിർണ്ണയിക്കുന്നു, 2ാമത് ആ മേഖലയിൽ തന്നെ പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്നു, 3ാമത് ആ ഗ്രൂപ്പിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പ് അവിടെയാണ് കാണുന്നത്. ഇനി തുടർന്ന് 4ാമത്തത് ദത്തയുടെ വർഗീകരണം, കളക്ട് ചെയ്ത ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ ശേഖരിച്ച ഡാറ്റ അനുയോജ്യവും ആവശ്യമായ രീതിയിൽ തരംതിരിക്കുക. ഡാറ്റ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ വർഗീകരിക്കുക എന്നുള്ളത് നമ്മൾ ഇതിനെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടതാണ്. സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലേ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദത്തയുടെ വർഗീകരണം എന്ന് പറയുന്ന 4ാമത്തെ ഘട്ടം ഒരു പ്രോജക്റ്റിൻ്റെ. ശേഖരിച്ച ദത്ത അനുയോജ്യവും ആവശ്യവുമായ രീതിയിൽ തരംതിരിക്കലും പട്ടികയിലോ ഡയഗ്രത്തിലോ അവതരിപ്പിക്കലാണ് 4ാമത്തെ ഘട്ടം അല്ലേ. അവിടെ പ്രസൻറ്റേഷൻ കൂടി വരുന്നുണ്ട്. ദത്തയുടെ വർഗീകരണവും അവതരണവും ഉണ്ട്. ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ് 4ാമത്തതിൽ പ്രോജക്റ്റിൻ്റെ. 5 അപഗ്രഥനവും വ്യാഖ്യാനവും, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനാണ്. പട്ടികയുടെയോ ഡയഗ്രത്തിൻ്റെയോ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യലും വ്യാഖ്യാനിക്കലുമാണ് അടുത്ത ഘട്ടം. ഇതിനു വേണ്ടി ശരാശരികൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ,
കോറിലേഷൻ തുടങ്ങിയ ടൂളുകളൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന വിവിധ ടൂളുകളാണ്. അവിടെയാണ് അനാലിസിസും ഇൻ്റർപ്രിട്ടേഷൻസും ആ പ്രോജക്റ്റിൽ കളക്ട് ചെയ്ത വിവരങ്ങൾ അവതരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ വിവരങ്ങളെ അപഗ്രഥനവും വ്യാഖ്യാനവും നടത്തുന്നു 5ാമത്തെ ഘട്ടത്തിൽ. 6 നിഗമനം എന്ന് പറയുന്നത് പ്രോജക്റ്റിൻ്റെ അവസാന ഘട്ടമാണ് നിഗമനം. ദത്ത വിശകലനത്തിൽ നിന്നും കാതലായ നിഗമനങ്ങളിൽ എത്തിച്ചേരും. ഇപ്പോൾ എന്ത് പ്രശ്നത്തെക്കുറിച്ചാണോ ആ പ്രശ്നത്തിൽ നിന്ന് എവിടെ നിന്ന് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത്, ആ വിവരങ്ങൾ ശേഖരിച്ചു, അത് അവതരിപ്പിച്ചു, അതിനെ അനാലിസിസ് നടത്തി, ഇതിൻ്റെ ഭാഗമായിട്ടൊരു നിഗമനത്തിലെത്തും. ആ പ്രോജക്റ്റിൻ്റെ അവസാന ഘട്ടമാണ്. then 7ാമത് ഗ്രന്ഥസൂചിക ബിബ്ലിയോഗ്രഫി. ഗവേഷണം നടത്താൻ ഗവേഷകനെ ഉപയോഗിച്ച റഫറൻസ് ഗ്രന്ഥങ്ങളുടെയും സോഴ്സുകളുടെയും ചെറുവിവരങ്ങളാണ് അവിടെ നൽകുന്നത്. ഇങ്ങനെ 7 ഘട്ടങ്ങളാണ് പ്രോജക്റ്റ്. അപ്പോൾ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് വിശദമാക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകൾ ഡിസോർഡറിൽ തന്നിട്ട് അത് ഓർഡർ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പുകളിൽ ചിലത് തന്ന് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാൻ പറയാം. എങ്ങനെയാണെങ്കിലും ഒരു നല്ല ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. ഇവിടെ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ 4 ചാപ്റ്ററുകളും സ്റ്റാറ്റിസ്റ്റിക്സിലെ 5 ചാപ്റ്ററുകളും അടങ്ങുന്ന ഫോക്കസ് ഏരിയ ചാപ്റ്ററുകൾ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നല്ലതുപോലെ ടെക്സ്റ്റ് കൂടി ഉപയോഗപ്പെടുത്തി പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുക. മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ലൊരു സ്കോർ നേടാൻ സഹായകരമാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.